ബാക്ക് ടു ബീനാസ് ലേണിംഗ് ക്ലാസ്. 9ാം ക്ലാസ്സിലെ കെമിസ്ട്രിയുടെ 1ാമത്തെ ചാപ്റ്റർ കുഞ്ഞുങ്ങളെ അത് ഞാൻ ഇട്ടായിരുന്നു. അപ്പോൾ ബാക്കി അതായത് ഐസോടോപ്പിനെ കുറിച്ചും ഐസോബാറിനെ കുറിച്ചും ഒക്കെയുള്ള അതായത് ഇതിനകത്ത് ഫുൾ നോട്ടും ഉണ്ട് കേട്ടോ. ഇതിനകത്തിൽ ഞാൻ ലാസ്റ്റിലെല്ലാം ചെയ്ത് കാണിക്കുന്നുണ്ട്. നിങ്ങളിത് ലാസ്റ്റിലത്തെയൊക്കെ നല്ലപോലെ കാണണേ കുഞ്ഞുങ്ങൾ കേട്ടോ. ലാസ്റ്റ് ഭാഗമൊക്കെ ഞാൻ ചെയ്ത് കാണിക്കുന്നുണ്ട്, ഓരോന്നും എളുപ്പ വഴി വെച്ച് കേട്ടോ. അപ്പോൾ നിങ്ങൾക്ക് എളുപ്പം ഈ ചാപ്റ്റർ അങ്ങ് മനസ്സിലാവും. അപ്പോൾ ഇതുവരെ തന്നതെന്ന് വെച്ച് കഴിഞ്ഞാൽ വാട്ട് ആർ മോളിക്കുൾസ്, തൻ്റെ എഴുതാത്തവർ ഇതങ്ങ് എഴുതിയെടുക്കണം കേട്ടോ. അവിടെ എന്താണ് മോളിക്കുൾസ് അല്ലെങ്കിൽ തന്മാത്ര എന്നാൽ എന്ത് കണ്ടോ. ഇത് ഞാൻ ഒത്തിരിയും വട്ടം പറഞ്ഞതായതുകൊണ്ട് ഇതിങ്ങനെ ഞാനങ്ങ് കാണിക്കാം, നിങ്ങൾ എഴുതിയെടുക്കണം. ഹൗ ഡു മോളിക്കുൾസ് ഓഫ് ഡിഫറൻറ്റ് സബ്സ്റ്റൻസ് ഡിഫർ, വിവിധ പദാർത്ഥങ്ങളിലെ തന്മാത്രകൾ എങ്ങനെയെല്ലാം വ്യത്യാസപ്പെട്ടിരിക്കുന്നു. പിന്നെ 3ാമത്തെ ചോദ്യം, മോളിക്കുൾസ് ആർ മെയ്ഡ് അപ്പ് ഓഫ് ആറ്റംസ് അല്ലേ. അതായത് തന്മാത്രകൾ നിർമ്മിച്ചിരിക്കുന്നത് ആറ്റങ്ങൾ കൊണ്ടാണ്. ഈ ആറ്റങ്ങളിൽ അവയേക്കാൾ ചെറിയ കണങ്ങൾ അടങ്ങിയിട്ടുണ്ട്, അവ ഏതെല്ലാമാണ്? ഇതിനെ സബ് അറ്റോമിക് കണങ്ങൾ എന്ന് പറയുന്നു. പിന്നെ കാഥോഡ് റേസിന്റെ ക്യാരക്ടറിസ്റ്റിക്സ് എന്തെല്ലാം? കണ്ടോ, കാഥോഡ് റേസിന്റെ ക്യാരക്ടറിസ്റ്റിക്സ് എന്തെല്ലാം കാണാൻ പറ്റുന്നുണ്ടല്ലോ. ഇത്രയും മതിയോ നിങ്ങളെ സൂമാക്കി കാണാൻ പറ്റുന്നുണ്ടല്ലോ. കണ്ടോ, ക്യാരക്ടറിസ്റ്റിക്സ് ഓഫ് കാഥോഡ് റേസ്. ഇതിങ്ങനെ തന്നെ അങ്ങ് എഴുതിയെടുക്കണം കേട്ടോ. ഇത്രയേ ഉള്ളൂ, ഇത്രയും പോയിന്റ്. അതിൻ്റെ മലയാളം നോക്കിയേ, കാഥോഡ് രശ്മിയുടെ പ്രധാന സവിശേഷതകൾ. കണ്ടോ, പോയിൻ്റായിട്ട് അങ്ങ് എഴുതിയെടുക്കണം കേട്ടോ. ഇത് ഞാൻ ഇട്ടതായതുകൊണ്ടാണ് ഇനി ഞാനത് പറഞ്ഞുകൊണ്ടിരുന്നത്. നമുക്ക് ലാസ്റ്റിലത്തെ നല്ലതുപോലെ എടുക്കാൻ പറ്റത്തില്ല, സമയം അങ്ങ് പോകും. അതുകൊണ്ട് ഇത് നിങ്ങൾ പോസ് ചെയ്ത് സമാധാനത്തെ കാണാം. ഹൗ വാസ് ഇറ്റ് പ്രൂവ്ഡ് ദാറ്റ് ഇലക്ട്രോൺസ് ഹാസ് മാസ്? അത് ഇലക്ട്രോണിന് മാസ് ഉണ്ടെന്ന് തെളിയിച്ചത് എങ്ങനെയാണ് കേട്ടോ, അത് പഠിക്കണം. കാഥോഡ് റേസ് കാസ്റ്റ് ഷാഡോ ഓഫ് ഒപാക്ക് ഒബ്ജക്റ്റ് പ്ലേസ്ഡ് ഇൻ ദെയർ പാത്ത്, വാട്ട് ക്യാൻ ഇൻഫേർഡ് ഫ്രം ദീസ്? കാഥോഡ് രശ്മികളുടെ പാതയിൽ ഒരു അതാര്യ വസ്തു വെച്ചാൽ നിഴലുണ്ടാകുന്നു, ഇതിൽ നിന്ന് എന്ത് നമുക്ക് മനസ്സിലാക്കാം അല്ലേ. പിന്നെ പ്രോട്ടോണുകളെ കുറിച്ച് പറയുന്നുണ്ട്. പ്രോട്ടോൺ കണ്ടുപിടിച്ചത് ആരാണെന്നും കണ്ടോ, പ്രോട്ടോൺ കണ്ടുപിടിച്ചത് ആരാണെന്നും കേട്ടോ. അതൊക്കെ പ്രോട്ടോൺ മലയാളവും ഉണ്ട് ഇംഗ്ലീഷും ഉണ്ട്. നമ്മളിത് പറഞ്ഞതാ കുഞ്ഞുങ്ങളെ. ഓക്കെ ആണല്ലോ. ഓക്കെ, ഇനി അടുത്ത അതിനെക്കുറിച്ചൊക്കെ നല്ലപോലെ ഉണ്ട്. ഞാൻ ഇത്ര സ്പീഡിൽ പോകുന്നു വിചാരിച്ച് നിങ്ങളിത് എഴുതിയെടുക്കണേ കേട്ടോ. അടുത്തത് ഹൂ ഡിസ്കവേർഡ് ഇലക്ട്രോൺ? ഇലക്ട്രോൺ കണ്ടുപിടിച്ചത് ആര്? പിന്നെ പ്ലം പുഡിംഗ് മോഡലിനെ കുറിച്ചുണ്ട് കുഞ്ഞുങ്ങളെ. പ്ലം പുഡിംഗ് മോഡൽസ് അതിൻ്റെ ഇംഗ്ലീഷ് ജെ തോംസൻ്റെ കേട്ടോ. അത് ആരൊക്കെയാണ് ഇതൊക്കെ ഓരോരുത്തരും കണ്ടുപിടിച്ചതിനെ കുറിച്ച് എഴുതിക്കോണേ. ജെ തോംസൺ ആണ്. ഓക്കെ, അപ്പോൾ അദ്ദേഹം. അടുത്ത റൂദർഫോർഡിൻ്റെ ആറ്റം മോഡലുണ്ട്. റൂദർഫോർഡിൻ്റെ ആറ്റം മോഡൽ കണ്ടിതാ. അടുത്ത അതിൻ്റെ മലയാളമാണ്. റൂദർഫോർഡിൻ്റെ ആറ്റം മോഡലിൻ്റെ മലയാളമാണിത്. അടുത്ത ഈ ഒബ്സർവേഷൻ ആൻഡ് ഇൻ്റർഫറൻസ് ഓഫ് ഗോൾഡ് ഫോയിൽ എക്സ്പെരിമെൻറ്റ്. ഈ ഗോൾഡ് ഫോയിൽ എക്സ്പെരിമെൻറ്റിൻ്റെ നിഗമനവും എഴുതണം, പിന്നെ അതുപോലെ നിരീക്ഷണവും. ഒബ്സർവേഷൻ എന്ന് വെച്ചാൽ നിരീക്ഷണവും എഴുതണം, അതുപോലെ തന്നെ ഇൻഫറൻസ് എന്ന് വെച്ചാൽ അതിൻ്റെ നിഗമനവും എഴുതാൻ ചോദിച്ചിട്ടുണ്ട്. അതൊക്കെ നമ്മൾ ഇന്നലെ പറഞ്ഞതാണ്. കണ്ടിതാ ഉണ്ടോ, അതിൻ്റെ മലയാളം ഉണ്ട്. കണ്ടിതാ. ഓക്കെ, ഇനി നെയിൽസ് ബോർ ആറ്റം മോഡൽ ഉണ്ട് കേട്ടോ. ബോർ ആറ്റം മോഡലിനെ കുറിച്ച് അത് ഇതാണ്. കാണാമല്ലോ, എഴുതിയെടുക്കണേ. ഒരു ഓർബിറ്റിൽ റെപ്രസെൻ്റ് ചെയ്തിരിക്കുന്നത് 1, 2, 3, 4 എന്ന് പറയുന്നത് ഈ പടം നല്ലപോലെ നോക്കണേ കുഞ്ഞുങ്ങളെ കേട്ടോ. കണ്ടോ, KLMN. ഇത് ഞാൻ വരച്ച് കാണിക്കാമെന്ന് പറഞ്ഞത്. ഇതിലെ പടങ്ങളൊക്കെ ഇങ്ങനെ കാണിച്ചു കഴിഞ്ഞാൽ നിങ്ങൾക്ക് ഒന്നോട്ട് വരച്ച് കാണിക്കാം കേട്ടോ. ഈ വട്ടം ഇരിക്കുന്നതിന് നമ്മൾ ഓർബിറ്റ് എന്നാണ് പറയുന്നത് കേട്ടോ. ഓർബിറ്റുകൾ, അതിനകത്തിലെ ഫസ്റ്റ് ഓർബിറ്റ് K, അത് കഴിഞ്ഞിട്ട് KLMNO ഇങ്ങനെയാണ് ഓർബിറ്റുകൾ കേട്ടോ. ഞാനിപ്പോൾ അത് വരച്ച് കാണിക്കാം, കുറച്ചുകൂടെ നിങ്ങൾക്കപ്പോൾ മനസ്സിലാവും. അടുത്ത ബോറിൻ്റെ ആറ്റം മാതൃകയാണ്. നീൽസ് ബോറിൻ്റെ ആറ്റം മാതൃക. ശാസ്ത്രജ്ഞൻ തൻ്റെ ആറ്റം മാതൃക അവതരിപ്പിച്ചത് എങ്ങനെയാണെന്നാണ്. കണ്ടോ, അതിനകത്ത് തന്നെ 1 മാർക്കിൻ്റെ ഒത്തിരിയും ക്വസ്റ്റ്യൻ ഉണ്ട് കേട്ടോ. ഓർബിറ്റുകളുടെ 1, 2, 3, 4 എന്നീ സംഖ്യകൾ കൊണ്ടാണ് സൂചിപ്പിക്കുന്നത്. ഓക്കെ കുഞ്ഞുങ്ങളെ. അടുത്ത ആദ്യമായിട്ട് ഡിസ്ചാർജ് പരീക്ഷണങ്ങൾ നടത്തിയ ശാസ്ത്രജ്ഞന് വില്യം ക്രൂക്സ്. ഇതിനകത്ത് വൺ വേർഡിൻ്റെ ഒരുപാട് ചോദ്യമുണ്ട് കേട്ടോ. ഡിസ്ചാർജ് ട്യൂബുകളുടെയും അതുപോലെ തന്നെ വാക്വം പമ്പ് അല്ലേ, നിർവാത പമ്പുകളും വികസിപ്പിച്ചെടുത്ത ശാസ്ത്രജ്ഞനാണ് ഹെൻറിച്ച് ഗ്ലീസർ കേട്ടോ. അടുത്ത ഹൂ ഡിസ്കവേർഡ് കാഥോഡ് റേ? ജെ തോംസൺ ആണ്. അതുപോലെ തന്നെ ആനോഡ് റേ കണ്ടുപിടിച്ചത് ഗോൾഡ്സ്റ്റെയിൻ ആണ്. പിന്നെ ഡിസ്കവേർഡ് ഇലക്ട്രോൺ കണ്ടുപിടിച്ചത് ജെ തോംസൺ ആണ്. പിന്നെ ആറ്റത്തിലെ പോസിറ്റീവ് ചാർജുകൾ കണ്ടെത്തിയത് ഗോൾഡ്സ്റ്റെയിൻ ആണ്. പേരൊക്കെ മറന്നോളെ. പ്രോട്ടോണിന് ആ പേര് നിർദ്ദേശിച്ചത് ആരാണ്?
പ്രോട്ടോണിന് ആ പേര് നിർദ്ദേശിച്ചത് ഏണസ്റ്റ് റൂദർഫോർഡ് ആണ്. റൂന്നുണ്ട് കേട്ടോ, റദർഫോർഡ് എന്നാണ് അടിച്ചത്, റൂദർഫോർഡ്. അറ്റോമിക് നമ്പർ എന്നാൽ എന്താണ്? അതുകൊണ്ട് ഇത്രയാണ് നമ്മൾ കഴിഞ്ഞ പ്രാവശ്യം എഴുതി അല്ലേ, അറ്റോമിക് നമ്പറും മാസ് നമ്പറും എന്താണെന്ന് കേട്ടോ. ഇത് നിങ്ങൾക്ക് ഇത്ര എഴുതിയെടുക്കാനുള്ള കാര്യങ്ങളാണ് ഈ പറയുന്നത്. ചെയ്യാനുള്ള കാര്യങ്ങളെല്ലാം ഞാനിപ്പോൾ ഇതിൻ്റെ പുറയിൽ ഇടുന്നുണ്ട്. അറ്റോമിക് നമ്പർ എന്നാൽ എന്താണ്? അറ്റോമിക് നമ്പർ എന്നാൽ എന്താ? ഒരു ആറ്റത്തിലെ പ്രോട്ടോണുകളുടെ ആകെ എണ്ണത്തെയാട്ടോ. അതുപോലെ തന്നെ എന്താ മാസ് നമ്പർ എന്നാൽ എന്താണ്? ഇത് നമ്പർ ഓഫ് പ്രോട്ടോണും നമ്പർ ഓഫ് ന്യൂട്രോണും കൂടെ കൂട്ടുന്ന നമ്പർ ഓഫ് ഇലക്ട്രോണും നമ്പർ ഓഫ് പ്രോട്ടോണും കൂടെ കൂട്ടും, പ്രോട്ടോണും ന്യൂട്രോണും കൂടെ കൂട്ടുന്ന കുഞ്ഞുങ്ങളെ മാസ് നമ്പർ എന്ന് പറയുന്നത് കേട്ടോ. മാസ് നമ്പർ എന്ന് പറഞ്ഞാൽ പ്രോട്ടോണും ന്യൂട്രോണും കൂടെ കൂട്ടുന്നതാണ് കേട്ടോ. അത് ഈ പ്രോട്ടോണ് തന്നെയാണ് എന്തെന്ന് പറയുന്നത്, പ്രോട്ടോണിനെ തന്നെ എന്തെന്ന് പറയുന്നത്, അറ്റോമിക് നമ്പർ എന്ന് പറയുന്നത് കേട്ടോ. അറ്റോമിക് നമ്പറിനെയാണ് പ്രോട്ടോൺ എന്ന് പറയുന്നത്. അതും ന്യൂട്രോണൂടെ കൂട്ടുന്നതും രണ്ടും ഒരേ ആൻസർ തന്നെ ആയിട്ടത് കേട്ടോ. പ്രോട്ടോണിനെയാണ് അറ്റോമിക് നമ്പർ എന്ന് പറയുന്നത് കേട്ടോ. ഓക്കെ ആണോ? ഓക്കെ, അടുത്ത മാസ് നമ്പർ എന്നാൽ എന്താണെന്നുണ്ട് മലയാളമുണ്ട് കണ്ടോ. ഇനി നമ്മൾ പഠിക്കുന്നത് ഇലക്ട്രോണിക് കോൺഫിഗറേഷൻ ഇൻ ആൻ ആറ്റം എന്നാണ്. നോക്കൂ കുഞ്ഞുങ്ങളെ, ഇത് മുതലാണ് ഇനി നമുക്ക് എഴുതാനുള്ളത്. ആറ്റത്തിന്റെ ഇലക്ട്രോൺ വിന്യാസം എന്നാൽ എന്താണ്? ആറ്റത്തിന്റെ ഇലക്ട്രോൺ വിന്യാസം എന്നാൽ എന്താ? ഇലക്ട്രോൺ കോൺഫിഗറേഷൻ ഈസ് ദ പ്രസന്റേഷൻ ഓഫ് ദ ഫില്ലിംഗ് ഓഫ് ഇലക്ട്രോൺസ് ഇൻ ദ ഓർബിറ്റ്. ഒരാറ്റത്തിന്റെ ഓർബിറ്റ് എന്ന് വെച്ചാൽ എന്താ? ആ സർക്കിള് അല്ലെ, ആ വട്ടം സർക്കിളിനാണ് ഈ ഓർബിറ്റ് എന്ന് പറഞ്ഞത്. അതിൽ ഇലക്ട്രോണുകൾ നിറയുന്നത് എത്ര ഉണ്ടെന്ന് രേഖപ്പെടുത്തുന്നതാണ് ഈ ഇലക്ട്രോൺ വിന്യാസം എന്ന് പറയുന്നത്. ഞാനത് വരച്ച് കാണിക്കാം കേട്ടോ. ആറ്റത്തിലെ ഇലക്ട്രോൺ വിന്യാസം, അതായത് ഒരാറ്റത്തിന്റെ ഓർബിറ്റുകളിൽ ഇലക്ട്രോണുകൾ നിറയുന്നത് രേഖപ്പെടുത്തുന്നതിനെയാണ് ഇലക്ട്രോൺ വിന്യാസം എന്ന് പറയുന്നത്. അക്കോർഡിംഗ് ടു ദ ബോർ ആറ്റം മോഡൽ, വേർ ഈസ് ദ ഇലക്ട്രോൺ സിറ്റുവേറ്റഡ് ഇൻ ആൻ ആറ്റം? എവിടാ സിറ്റുവേറ്റ് ചെയ്യുന്നത്? ഇൻ ദ ഓർബിറ്റില അല്ലെ. അതായത് ബോർ ആറ്റം മാതൃക അനുസരിച്ച് ഇലക്ട്രോൺ എവിടെയാണ് കാണപ്പെടുന്നത്? ഇലക്ട്രോൺ അതിന്റെ ഓർബിറ്റുകളിലാണ്. അങ്ങനെയാണെങ്കിൽ നിങ്ങൾ നോക്കി, ഈ പ്രോട്ടോണും ന്യൂട്രോണും ഒക്കെ എവിടെ ആയിരിക്കും അല്ലേ? ഞാനത് വരച്ച് കാണിക്കാം കേട്ടോ. അപ്പൊ നിങ്ങൾക്ക് കുറച്ചുകൂടെ ഇത് എഴുതിയെടുക്കാനുള്ള കാര്യങ്ങളാവും നിങ്ങൾ ഇതെല്ലാം കേട്ടോ. 1 മാർക്കിന്റെ എഴുതിയെടുക്കാനുള്ളതാ. അപ്പൊ നിങ്ങൾക്ക് ഇത് നല്ലപോലെ മനസ്സിലാക്കി വെക്കുക. ഇനി ഇതിന്റെ പുറകെ ഞാനിപ്പോൾ വരച്ച് നിങ്ങളെ കാണിക്കും, കുറച്ചുകൂടി നിങ്ങൾക്ക് എളുപ്പം മനസ്സിലാവും കേട്ടോ. ബോർ ആറ്റം മാതൃക, ആറ്റത്തില് ഇലക്ട്രോൺ എവിടെയാ കാണപ്പെടുന്നതെന്ന് ചോദിച്ചാൽ എന്താ? ഇലക്ട്രോൺ എവിടെയാ കാണപ്പെടുന്നത്? ഓർബിറ്റുകളിലാണ്. വാട്ട് ആർ ദ സിംബൽസ് ഗിവൻ ടു ദ എനർജി ലെവൽ 1, 2, 3 and 4 അല്ലെ. 1 എന്ന് വെച്ചാൽ അത് K, ഓരോ ഓർബിറ്റിന്റെയാണ് കേട്ടോ. ഏറ്റവും നടുക്ക് കാണപ്പെടുന്നത് ന്യൂക്ലിയസ് ആണ്. അതൊക്കെ അറിയാവോ? ഏറ്റവും വരച്ച് കാണിക്കാം, ന്യൂക്ലിയസ് ആണ്. അത് കഴിഞ്ഞിട്ടുള്ള ഓർബിറ്റ് K ആണ്. അത് കഴിഞ്ഞിട്ട് L, അത് കഴിഞ്ഞിട്ട് M, N, O ഇങ്ങനെ പോകുന്നത് കേട്ടോ. നമുക്കൊരു M വരെയൊക്കെ നിങ്ങൾക്ക് ഉള്ളൂ, എന്നൊന്നും വലുതായിട്ട് ഉപയോഗിക്കുന്നില്ല. എഴുതണം കേട്ടോ. 1, 2, 3, 4 എന്നീ ഊർജ്ജ നിലകൾക്ക് യഥാക്രമം ഏതെല്ലാം പ്രതീകങ്ങൾ, ഏതെല്ലാം സിംബലാണ് കൊടുത്തേക്കുന്നതെന്ന് നമ്മളത് പഠിച്ചു അല്ലേ. അടുത്തത് നോക്കിയേ, ഓർബിറ്റിന്റെ ഇലക്ട്രോൺ കോൺഫിഗറേഷൻ ഡയഗ്രമാറ്റിക് റെപ്രസെന്റേഷൻ. ഇത് നല്ലപോലെ അറിയണം കേട്ടോ. ഡയഗ്രമാറ്റിക്കിൽ അത് എങ്ങനെയാണെന്ന് നോക്കിയോ നിങ്ങൾ. ഇവിടെ അറ്റോമിക് നമ്പർ 1 ആണ് കേട്ടല്ലോ. അറ്റോമിക് നമ്പർ 1 എന്ന് വെച്ച് കഴിഞ്ഞാൽ H എന്ന് വെച്ചാൽ എന്താ? ഹൈഡ്രജൻ ആണ് കേട്ടോ. ഒന്നാമത്തെ എലമെന്റ്സ് അല്ലെങ്കിൽ ഒന്നാമത്തെ മൂലകം എന്ന് പറയുന്നത് ആരാണ്? ഹൈഡ്രജൻ ആണ് കേട്ടോ. ഹൈഡ്രജനിന്റെ ഇലക്ട്രിക് കോൺഫിഗറേഷൻ കൊടുത്തിരിക്കുന്നത് എത്ര? 1 ആണ്. അതിനകത്തിലെ ഷെല്ല് നോക്കിക്കേ. അതായത് അത് ഞാൻ വരച്ച് കാണിക്കാം. അപ്പൊ നിങ്ങൾക്ക് ഇപ്പൊ ഇതിനകത്തിലെ 1 കണ്ടോ. രണ്ടാമത്തെ ഹീലിയമാണ്, അത് 2. മൂന്നാമത്തത് ലിഥിയമാണ്, അത് 2, 1. ഇത് നിങ്ങൾ വൃത്തിയായിട്ട് എടുക്കണം. ഞാനിപ്പോൾ അതിൻ്റെ വരച്ച് നിങ്ങളെ കുറച്ചുകൂടി ഇതായിട്ട് കാണിക്കാം. അതായത് ഒന്നാമത്തെ ഷെല്ലിൽ 2 ഉണ്ട്. ഒന്നാമത്തെ വെച്ചാൽ അകത്തെ നടുക്ക് ന്യൂക്ലിയസ് അല്ലേ. ന്യൂക്ലിയസ് കഴിഞ്ഞിട്ട് വരുന്ന ആ ഓർബിറ്റില് ഫസ്റ്റ് ഓർബിറ്റിനകത്തിൽ 2 പറ്റത്തുള്ളൂ കേട്ടോ. ഫസ്റ്റ് ഓർബിറ്റിനകത്തിൽ 2 പറ്റത്തുള്ളൂ, മനസ്സിലാക്കണം കേട്ടോ. അത് കഴിഞ്ഞിട്ട് വരുന്ന ഷെല്ലിനകത്ത് 8 പറ്റും. അത് കഴിഞ്ഞിട്ട് വരുന്ന ഷെല്ലിനകത്തിൽ 8 പറ്റും. അതൊന്ന് പഠിച്ച് വെച്ചേക്കണം. ഓരോ ഷെല്ലിലും എത്ര എണ്ണം വേണ്ടി വരും, എത്ര എണ്ണം വീതം ഉണ്ടെന്ന് കേട്ടോ. ഒന്നാമത്തതില് 2, മൂന്നാമത്തതില് 8 വരും. അപ്പൊ നമ്മൾ ഇപ്പൊ 5 ചോദിച്ചതെങ്കിൽ ഒന്നാമത്തതിൽ 2ഉം
അടുത്ത ഇതിനകത്തിൽ എത്ര 3 എഴുതേണ്ടത്. അത് ഞാൻ വരച്ച് കാണിക്കാം. ഇപ്പം നിങ്ങളിത് നല്ലതുപോലെ നിങ്ങൾ വരച്ചെഴുതിയെടുക്കണം. ഇതുപോലെ തന്നെ വരച്ച് കണ്ടോ. 7 എന്ന് വെച്ചാൽ 2, 5, 8 എന്ന് വെച്ചാൽ 2, 6, 9 എന്ന് വെച്ചാൽ 2, 7, 10 എന്ന് വെച്ചാൽ 2, 8, 11 വെച്ചാൽ നോക്കിയേ 2, 8, 1. കാരണം ഒന്നാമത്തെ ഷെല്ലി 2 പറ്റൂ, രണ്ടാമത്തതിൽ 8 എണ്ണം, അപ്പം മൂന്നാമത്തേതിൽ എത്ര നോക്കിക്കേ, അവിടെ എന്ന് വെച്ചാൽ 11 അല്ലേ, അപ്പൊ ആദ്യമേ 2, 8, 1 കണ്ടോ, അങ്ങനെ എടുക്കണം കണ്ടോ. അങ്ങനെ ഞാൻ എനിക്ക് തോന്നുന്നു 18 വരെ എങ്ങാണ്ട് അല്ലേ, 18 വരെ എഴുതിയിട്ടുണ്ട്. അതായത് ലാസ്റ്റ് ഷെല്ലിലും 8 എണ്ണേ വരത്തുള്ളൂ. ഇങ്ങനെയൊക്കെ കുറെ റൂൾസ് ഉണ്ട് കേട്ടോ. അപ്പൊ നമുക്കത് എഴുതി ഞാൻ കാണിക്കാം. അപ്പൊ ഇത് നോക്കി കുഞ്ഞുങ്ങളെ, ഐസോടോപ്സ്. ഇനി നമ്മൾ അത് മറ്റേ ഞാൻ വരച്ച് കാണിക്കാം ഇപ്പൊ കേട്ടോ. ഇത് എഴുതി എടുക്കാനുള്ള കാര്യങ്ങളാണ്. ഐസോടോപ്സ് ആർ ഡിഫറെന്റ് ആറ്റംസ് ഓഫ് ദ സെയിം എലമെന്റ്സ് ഹാവിംഗ് ദ സെയിം അറ്റോമിക് നമ്പർ ബട്ട് ഡിഫറെന്റ് മാസ് നമ്പർ. നോക്കണേ കുഞ്ഞുങ്ങളെ, ഐസോടോപ്പ് എന്ന് വെച്ച് കഴിഞ്ഞാൽ എന്താണ്? ഐസോടോപ്പ് എന്ന് വെച്ചാൽ അതിന്റെ അറ്റോമിക് നമ്പർ എപ്പോഴും സെയിം ആയിരിക്കും കേട്ടോ. പക്ഷെ മാസ് നമ്പർ എന്തായിരിക്കും? ഡിഫറൻറ്റുമായിരിക്കും. ഞാൻ അതും വരച്ച് നിങ്ങളെ കാണിക്കാം. എഴുതിയെടുക്കണം, തിയറി എഴുതിയെടുക്കണം കേട്ടോ. ഒരേ അറ്റോമിക നമ്പറും വ്യത്യസ്ത മാസ് നമ്പറുമുള്ള ഒരേ മൂലകത്തിന്റെ വ്യത്യസ്ത ആറ്റങ്ങളെയാണ് ഐസോടോപ്പുകൾ എന്ന് പറയുന്നത്. അങ്ങനെയാണെങ്കിൽ ഈ ഐസോടോപ്പിന്റെ ഒരു ഉപയോഗം ചോദിച്ചു കഴിഞ്ഞാൽ ഹെവി വാട്ടർ, അതുപോലെ തന്നെ ഓക്സൈഡ് ഓഫ് ഡ്യൂട്ടീരിയം അല്ലേ. ദ ഐസോടോപ്പ് ഓഫ് ഹൈഡ്രജൻ ഈസ് യൂസ്ഡ് ഇൻ അറ്റോമിക് റിയാക്ടേഴ്സ്. അതായത് ഐസോടോപ്പുകളുടെ ഉപയോഗം ഹൈഡ്രജനെ ഐസോടോപ്പായി ഡ്യൂട്ടീരിയത്തിന്റെ ഓക്സൈഡായ ഹെവി വാട്ടർ D2O എന്ന് കണ്ടോ, ഡ്യൂട്ടീരിയം ആണവ നിലയങ്ങളിലാണ് ഇത് ഉപയോഗിക്കുന്നത്. എവിടാണ്? ആണവ നിലയങ്ങളിലെയോ അവിടെയാണ് ഈ ഡ്യൂട്ടീരിയം എന്നൊക്കെ കേട്ടിട്ടുണ്ടോ? ഡ്യൂട്ടീരിയം ഇതൊക്കെ ഉപയോഗിക്കുന്നത് കേട്ടോ. ഐസോടോപ്പിന്റെ ഉപയോഗമാണ്. ഐസോടോപ്പിനെ കുറിച്ചൊക്കെ പറയാൻ നോക്കിയേ. ഐസോടോപ്പിനെ കുറിച്ച് പറയുമ്പോൾ നോക്കൂ നിങ്ങളെ, കാർബൺ 13, കാർബൺ 14 കണ്ടോ, കാർബൺ അയഡിൻ 131, യുറേനിയം 235, കൊബാൾട്ട് 60, സോഡിയം 24, അയൺ 59. അപ്പൊ ഇതേ പരീക്ഷയ്ക്ക് ഇതിനകത്തിൽ ഏതെങ്കിലും ഒരെണ്ണം അല്ലെ 2 എണ്ണം അല്ലെങ്കിൽ ഇത് മാച്ച് ദ ഫോളോയിങ് ആയിട്ടൊക്കെ ഓണപ്പരീക്ഷയ്ക്ക് കാണുന്നതാണ്. ഇത് ഉറപ്പായിട്ടും പഠിക്കണം കേട്ടോ. അതായത് ഓരോ ഐസോടോപ്പുകളെ കുറിച്ചും അതിന്റെ യൂസസ് ആവും നിങ്ങളെ. ഫസ്റ്റ് കാർബൺ 13 എന്തിനാണ് ഉപയോഗിക്കുന്നത്? കാർബൺ 13 എന്തിനാണ് ഉപയോഗിക്കുന്നത്? യൂസ്ഡ് ടു സ്റ്റഡി ദ മെറ്റാബോളിക് പ്രോസസ് ഇൻ പ്ലാന്റ്സ് ആൻഡ് ആനിമൽസ്. നമ്മുടെ സസ്യങ്ങളിലും ജന്തുക്കളിലും നടക്കുന്ന ജീവൽ പ്രവർത്തനങ്ങളെ കുറിച്ച് പഠിക്കാനാണ് കാർബൺ 13 ഉപയോഗിക്കുന്നത്. മനസ്സിലായോ? നമ്മുടെ സസ്യങ്ങളിലും ജന്തുക്കളിലും നടക്കുന്ന ജീവൽ പ്രവർത്തനങ്ങളെ കുറിച്ച് പഠിക്കാനാണ് കാർബൺ 13 ഉപയോഗിക്കുന്നത്. അങ്ങനെയാണെങ്കിൽ കാർബൺ 14 യൂസ്ഡ് ടു ഡിറ്റർമൈൻ ദ ഏജ് ഓഫ് ഫോസിൽസ് ആൻഡ് പ്രീ ഹിസ്റ്റോറിക് ഒബ്ജക്റ്റ്. നമ്മൾ ഫോസിലുകളുടെ കാലപ്പഴക്കം നിർണ്ണയിക്കുന്നതിന് ഉപയോഗിക്കുന്നുണ്ട്. ഫോസിലുകൾ ഉണ്ടല്ലോ, അവശിഷ്ടങ്ങളൊക്കെ പണ്ട് കാലത്തൊക്കെ മരിച്ചതൊക്കെ ഉള്ള അങ്ങനെയൊക്കെ ഉള്ളതൊക്കെ എത്ര കൊല്ലം മുമ്പാണ് അല്ലേ, പണ്ട് മരിച്ചതിൻ്റെയൊക്കെ ഇപ്പോൾ എടുത്തുകൊണ്ട് വരത്തില്ലേ ഇല്ലേ, അങ്ങനെയൊക്കെ ഉള്ളതൊക്കെ എത്ര കൊല്ലം മുമ്പ് മരിച്ചു എന്നൊക്കെ ഉള്ളത് നമ്മുടെ എല്ലൊക്കെ എടുത്തുകൊണ്ട് വന്ന് നോക്കുക, കണ്ടുപിടിക്കാൻ പറ്റും കേട്ടോ. കാർബൺ 14 വെച്ചാണത്. യൂസ്ഡ് ടു ഡിറ്റർമൈൻ ദ ഏജ് ഓഫ് ഫോസിൽസ് ആൻഡ് പ്രീ ഹിസ്റ്റോറിക് ഒബ്ജക്റ്റ്. അതുപോലെ തന്നെ അയഡിൻ 131, 131 അയഡിനാണ്. എന്തിനാ ഉപയോഗിക്കുന്നത് അയോഡിനാണ് എന്തല്ലയോ, എന്തിനാ അയോഡിൻ 131? അതായത് ടു സ്റ്റഡി ദ ഫങ്ഷനിങ് ഓഫ് തൈറോയ്ഡ് ഗ്ലാൻഡ് ആൻഡ് ഇൻ ഇറ്റ്സ് ട്രീറ്റ്മെന്റ്. നമ്മുടെ തൈറോയ്ഡ് ഗ്രന്ഥിയുടെ പ്രവർത്തനങ്ങളുടെ പഠനത്തിനും ചികിത്സയ്ക്കും ഈ അയോഡിൻ ഉപയോഗിക്കുന്നുണ്ട്. അയോഡിൻ 131 കേട്ടോ. എന്തോത്തിൻ്റെയാ? തൈറോയ്ഡ് ഗ്ലാൻഡ് ഉണ്ടല്ലോ, നമ്മുടെ തൈറോയ്ഡ് ഗ്ലാൻഡിന്റെ പ്രവർത്തനങ്ങളുടെയും പഠനത്തിനും ചികിത്സയ്ക്കും ഒക്കെ. ഇനി അടുത്ത യുറേനിയം 235 എന്താണ്? ഫ്യൂവൽ ഇൻ ന്യൂക്ലിയർ റിയാക്ടർ. ആണവ നിലയങ്ങളുടെ ഇന്ധനങ്ങളുടെ കാര്യങ്ങളൊക്കെ അറിയാൻ യുറേനിയമാണ് ഉപയോഗിക്കുന്നത്. കൊബാൾട്ട് 60 ക്യാൻസർ ട്രീറ്റ്മെന്റിന് വേണ്ടി, ക്യാൻസറിന്റെ ചികിത്സയ്ക്കൊക്കെ കൊബാൾട്ട് 60 ആണ് ഉപയോഗിക്കുന്നത്. സോഡിയം 24 ടു ഡിറ്റക്റ്റ് ദ ലീക്കേജ് ഇൻ ഇൻഡസ്ട്രിയൽ പൈപ്പ് ലൈനുകൾ. നമ്മുടെ വ്യാവസായിക പൈപ്പ് ലൈനുകളിലെ ചോർച്ചകളൊക്കെ എന്ന് വെച്ചാൽ വലിയ വലിയ ടർബൈൻ, വലിയ വലിയ പൈപ്പുകളിലെ ഇതിൻ്റെ എവിടാണ് ഇപ്പോൾ എവിടെയെങ്കിലുമൊക്കെ പൊട്ടി വെള്ളമൊക്കെ ഇതിലെ കൂടെയൊക്കെ പോയിട്ടുണ്ടെങ്കിൽ ഇത് എങ്ങനെ അറിയാൻ പറ്റുമെന്ന് വെച്ച് കഴിഞ്ഞാൽ അവിടെ
സോഡിയം 24 ആണ് കേട്ടോ. എന്ന് വെച്ചാൽ ടു ഡിറ്റക്ട് ദ ലീക്കേജ് ഇൻ ഇൻഡസ്ട്രിയൽ പൈപ്പ് ലൈൻ, വ്യാവസായിക പൈപ്പ് ലൈനുകളിലെ ചോർച്ചകൾ കണ്ടെത്താൻ വേണ്ടിയാണ്. ഇനി അയൺ ഉണ്ട് അല്ലേ, അയൺ 59 എന്താണ്, ഡയഗ്നോസ് അനീമിയ അല്ലേ, അനീമിയ നിർണ്ണയിക്കാൻ ഈ അയൺ 59 ആണ് ഉപയോഗിക്കുന്നത് കേട്ടോ. അതിൻ്റെ മലയാളമുണ്ട് ഐസോട്ടോപ്പും അതിൻ്റെ ഉപയോഗവും. കാർബൺ 13 സസ്യങ്ങളിലും ജന്തുക്കളിലും നടക്കുന്ന ജീവൽ പ്രവർത്തനങ്ങളെക്കുറിച്ച് പഠിക്കാൻ. കാർബൺ 14 എന്ന് വെച്ചാൽ ഫോസിലുകളുടെ കാലപ്പഴക്കം നിർണ്ണയിക്കുന്നതിന്. അയോഡിൻ എന്ന് വെച്ച് കഴിഞ്ഞാൽ അയോഡിൻ 131 എന്ന് വെച്ചാൽ തൈറോയ്ഡ് ഗ്രന്ഥികളുടെ പ്രവർത്തനങ്ങളുടെ പഠനത്തിനും ചികിത്സയ്ക്കും. യുറേനിയം 235 എന്ന് വെച്ചാൽ ആണവ നിലയങ്ങളുടെ ഇന്ധനം. കൊബാൾട്ട് 60 എന്ന് വെച്ചാൽ ക്യാൻസർ ചികിത്സയ്ക്ക്. സോഡിയം 24 എന്ന് വെച്ചാൽ വ്യാവസായിക പൈപ്പ് ലൈനുകളുടെ ചോർച്ച കണ്ടെത്താൻ. അയൺ 59 എന്ന് വെച്ച് കഴിഞ്ഞാൽ അനീമിയ നിർണ്ണയിക്കാൻ. ഇത് വൃത്തിയായിട്ട് എഴുതിയെടുക്കണം. ഇത് ഈ ചാപ്റ്ററിൻ്റെ ഏറ്റവും പ്രധാനപ്പെട്ടതാണ് കേട്ടോ. പിന്നെ ഐസോബാറും ഐസോട്ടോപ്പും. ഐസോബാർ അത് നമ്മൾ മുമ്പ് പറഞ്ഞല്ലേ, ഐസോടോപ്പാണ് പറഞ്ഞല്ലേ. ഐസോബാർ എന്ന് വെച്ചാൽ ആറ്റംസ് ഹാവിങ് സെയിം മാസ് നമ്പർ ആൻഡ് ഡിഫറെൻ്റ് അറ്റോമിക് നമ്പർ. മുമ്പ് ഐസോടോപ്പിൻ്റെ നേരെ ഓപ്പോസിറ്റ് ആണ് ഐസോബാർ. അതായത് ഒരേ മാസ് നമ്പറും വ്യത്യസ്ത അറ്റോമിക് നമ്പറുമുള്ള ആറ്റങ്ങളെയാണ് ഐസോബാറുകൾ എന്ന് പറയുന്നത്. അങ്ങനെയാണെങ്കിൽ ഐസോട്ടോൺസ് എന്ന് വെച്ചാൽ എന്താന്ന് ചോദിച്ചാൽ തീർന്നില്ലേ, ഇത്രയേ ഉള്ളൂ. ഓക്കെ, ഐസോട്ടോൺസ് എന്ന് വെച്ചാൽ എന്താണ്? ഐസോട്ടോൺസ് ആറ്റം ഇൻ വിച്ച് ദ നമ്പർ ഓഫ് ന്യൂട്രോൺസ് ഈസ് ഈക്വൽ ആർ നോൺ ആസ് ഐസോട്ടോൺസ്. നമ്മൾ ന്യൂട്രോണുകളുടെ എണ്ണം എടുക്കത്തില്ലയോ ഇല്ലേ, ഒരു ആറ്റത്തിനുള്ളിൽ ന്യൂട്രോൺ, പ്രോട്ടോൺ, ഇലക്ട്രോൺ ഇവയൊക്കെ ഉണ്ടെന്നൊക്കെ പറഞ്ഞു. ഇതിൽ ന്യൂട്രോണുകളുടെ എണ്ണം തുല്യമായ ആറ്റങ്ങളുണ്ട്. ഇതാണ് ഇത് ചിലപ്പോൾ ഒരു മാർക്കിനൊക്കെ ചോദിക്കാം. ന്യൂട്രോണുകളുടെ എണ്ണം ഈക്വൽ ആണ്, തുല്യമായ ആറ്റങ്ങളെ ഐസോട്ടോണുകൾ എന്നാണ് വിളിക്കുന്നത്. മനസ്സിലായോ? ഇത്രയും ക്വസ്റ്റ്യൻ ആൻസർ നിങ്ങൾ എഴുതിയെടുക്കണം. എന്തെങ്കിലും സംശയം ഉണ്ടോ? എന്തോ സംശയം വരാൻ എല്ലാം മലയാളവും ഇംഗ്ലീഷും കൊടുത്തിട്ടുണ്ട്. ഏതെങ്കിലും വാക്കുകൾ വായിക്കാൻ ബുദ്ധിമുട്ടുണ്ടെങ്കിൽ, ഇംഗ്ലീഷ് വായിക്കാൻ ബുദ്ധിമുട്ടുണ്ടെങ്കിൽ അതിൻ്റെ കൂടെ തന്നെ കണ്ടോ മലയാളവും കൊടുത്തിട്ടുണ്ട്. അപ്പോൾ ഇനിയുള്ളതാണ് ഇതൊക്കെ ഞാനൊന്ന് ചെയ്ത് കാണിക്കാം. അപ്പോൾ നിങ്ങൾക്ക് കുറച്ചുകൂടെ ഒക്കെ മനസ്സിലാവും അല്ലേ. അല്ലെങ്കിൽ ഇതെന്തോ ഇങ്ങനെ വരച്ച് വെച്ചിരുന്നാൽ എങ്ങനെയാണെന്ന് അറിയത്തില്ല. നോക്കിയേ, മൊത്തം ഇപ്പം എത്ര ക്വസ്റ്റ്യൻ ആൻസർ വന്നല്ലേ. ഇത് വൃത്തിയായിട്ട് എഴുതിയെടുക്കണേ നിങ്ങളെ. ഓരോരുത്തരെയും വൺ വേഡ് ക്വസ്റ്റ്യൻ ഒക്കെ ഇതിനകത്തിൽ വൺ വേഡ് ക്വസ്റ്റ്യൻ, ഇലക്ട്രോൺ, ന്യൂട്രോൺ, പ്രോട്ടോൺ ഇവയൊക്കെ കണ്ടുപിടിച്ചത് ആരാ, അതൊക്കെ ഞാൻ ഒന്നാമത്തെ പാർട്ടി തന്നിട്ടുണ്ട് അല്ലേ. അതൊക്കെ വൃത്തിയായിട്ട് എഴുതിയെടുക്കണം. അപ്പം ഇതിനകത്തിൽ ഇത്രയേ ഉള്ളൂ. ഞാൻ ബാക്കി എഴുതി കാണിക്കാം കേട്ടോ. അത് വൃത്തിയായിട്ട് എഴുതിയെടുക്കണം. അപ്പം നോക്കിയോ നിങ്ങളെ, നമ്മൾ ചെയ്ത് പഠിക്കണം എന്ന് പറഞ്ഞത് ഇലക്ട്രോണിക് കോൺഫിഗറേഷൻ ഓഫ് ആൻ ആറ്റം അല്ലേ. ആറ്റത്തിലെ ഇലക്ട്രോൺ വിന്യാസത്തെക്കുറിച്ചാണ്. ഇനി നമ്മൾ അതിനകത്തുള്ള ഓർബിറ്റുകളെ കുറിച്ചും. അതായത് എന്താണെന്നറിയാമോ, ഫസ്റ്റ് ഞാനൊരു സർക്കിൾ വരയ്ക്കുക. ഇതെന്തോന്നറിയോ, ന്യൂക്ലിയസ് ആണോ നിങ്ങളെ. ഇതിനെ എന്താ പറയുന്നത്, ന്യൂക്ലിയസ് എന്നാണ് പറയുന്നത് കേട്ടോ. ന്യൂക്ലിയസ് ഒന്ന് ഓർത്ത് വെച്ചേക്കണേ. ഫസ്റ്റ് ഞാൻ വരച്ച ഇതെന്താണ്, ന്യൂക്ലിയസ് കേട്ടോ. ഇനി ഈ ന്യൂക്ലിയസിൻ്റെ പുറത്തുള്ളതുണ്ട് ഒരു ഇങ്ങനെ വരയ്ക്കുന്നതിന് ഓർബിറ്റ് എന്നാണ് പറയുന്നത് കേട്ടോ. ഓർബിറ്റ്, ഇത് ന്യൂക്ലിയസ് ആണ്, ഇത് ഫസ്റ്റ് ഓർബിറ്റ്. അപ്പോൾ നമ്മൾ എത്രാമത്തെ ആണെന്നറിയാൻ വേണ്ടി നമ്പർ n=1 കേട്ടോ. അതായത് ഫസ്റ്റിനെ നമ്മൾ കെ ഷെൽ എന്ന് പറയും. എന്താണ്, കെ ഷെൽ എന്നാണ് പറയുന്നത് കേട്ടോ. ഇനി അടുത്ത് രണ്ടാമത്തെ കണ്ടോ, രണ്ടാമത്തതിനെ അതായത് N2, രണ്ടാമത്തതിനെ നമ്മൾ കെ കഴിഞ്ഞ അടുത്ത ഏതാ, എല്ല് കേട്ടോ. എല്ല് ഷെല്ലെന്ന് പറയും. ഇതെന്താ, ന്യൂക്ലിയസ് ആണ്. വരച്ച് കാണിച്ചേക്കാം. ഇത് ന്യൂക്ലിയസ് ആണ്. ഇത് ന്യൂക്ലിയസ് കഴിഞ്ഞിട്ട് വരുന്ന ഫസ്റ്റ് ഇത് തന്നെ കെ ഷെല്ലാണ്. അത് കഴിഞ്ഞിട്ട് എല്ല്. അപ്പോൾ അത് കഴിഞ്ഞിട്ട് എന്തായിരിക്കും നിങ്ങളെ, അത് കഴിഞ്ഞിട്ട് എല്ല് കഴിഞ്ഞിട്ട് ഞാൻ N3 അല്ലേ. അതേതാ N3 എന്ന് പറയുന്നത് കെ എല്ല്. അടുത്ത ഏതാ, എം ഷെല്ല് അല്ലേ. എം ഷെല്ല് N3 ആണ് കേട്ടോ, മൂന്നാമത്തത്. അത് കഴിഞ്ഞിട്ട് ഒരെണ്ണം കൂടെ നോക്കണം എന്നുണ്ടെങ്കിൽ നാലാമത്തെ കേട്ടോ. നിങ്ങളിത് കറക്റ്റായിട്ട് വരയ്ക്കണം. കറക്റ്റ് നമ്മുടെ സോളാർ സിസ്റ്റം പറയുന്നില്ലേ, അതിനകത്തിൽ പറയുന്നുണ്ട് കേട്ടോ. ബോർ മോഡൽ ഓഫ് ആൻ ആറ്റമാണ് നമ്മളിപ്പോൾ ഈ പറയുന്നത്. സോളാർ സിസ്റ്റത്തിൽ നമ്മുടെ പ്ലാനറ്റ് ഇല്ലേ, ബുധൻ, ശുക്ര, ഭൂമി, ചൊവ്വ, വ്യാഴം, ഇങ്ങനെ ഇതൊക്കെ കിടന്ന് കറങ്ങുന്നില്ലേ ഇല്ലേ, യുറാനസ്, നെപ്റ്റ്യൂൺ ഇതൊക്കെ പോകുന്നില്ലേ. അതുപോലെ തന്നെയാണ് ഇതും പറയുന്നത്. ഫസ്റ്റ് നോക്കൂ നിങ്ങൾ, ഏറ്റവും സെൻറ്ററിൽ ആരാ ഉള്ളത്, ന്യൂക്ലിയസ് ആണ്. ഈ ന്യൂക്ലിയസിനുള്ളിൽ രണ്ടുപേരുണ്ട്, അത് ഞാൻ പറയാം. അപ്പോൾ ഈ ന്യൂക്ലിയസിന് പുറത്തുള്ള ഫസ്റ്റ് ഓർബിറ്റ് എന്ന് പറയുന്നത് കെ ഷെല്ല്, അത് കഴിഞ്ഞിട്ട് എൽ ഷെല്ല്, അത് കഴിഞ്ഞിട്ട് എം ഷെല്ല്, അത് കഴിഞ്ഞിട്ട് അതിൻ്റെയും ടോപ്പിൽ അല്ലേ, അതിൻ്റെയും മുകളിൽ അതായത് n=4. നാലാമത്തത് എന്താണെന്നറിയോ, കെ എൽ എം, എൻ ഷെല്ല് കേട്ടോ. നമ്മുടെ ഇംഗ്ലീഷ് അക്ഷരം നമുക്കറിയാമല്ലോ, എൻ ഷെല്ല്.
മനസ്സിലായോ? അപ്പോൾ ഈ 4 നിങ്ങളിപ്പോൾ പഠിച്ചാൽ മതി. കെ ഷെല്ല്, KLMN എന്ന് പറയുന്ന 4 ഷെല്ലിനെ കുറിച്ച് നമുക്ക് പഠിക്കാം കേട്ടോ. ഒന്നാമത്തെ ഷെല്ല്, നമ്പർ ഒന്നാമത്തെ ഷെല്ല് കെ ഷെല്ല്, രണ്ടാമത്തെ ഷെല്ല് എല്ല്, മൂന്നാമത്തത് എം, നാലാമത്തെയാണ് എൻ ഷെല്ല്. മനസ്സിലായോ നിങ്ങളെ? ഇനി ഇതിനകത്തിൽ നടുക്ക് ഒരാളുണ്ടെന്ന് പറഞ്ഞില്ലേ, എന്താ? ന്യൂക്ലിയസ് അല്ലേ? നടുക്കിരിക്കുന്ന ആളാരാ? ന്യൂക്ലിയസ്. ഈ ന്യൂക്ലിയസിനകത്ത് ആരൊക്കെ ഉണ്ടെന്നറിയോ? പ്രോട്ടോണും ഉണ്ട്. പി ആണേ. പ്രോട്ടോണും ഉണ്ട്, ന്യൂട്രോണും ഉണ്ട്. ഒരാറ്റത്തിൽ പ്രോട്ടോണും ന്യൂട്രോണും ഇലക്ട്രോണും ഉണ്ടെന്ന് പറഞ്ഞില്ലേ? അപ്പോൾ ആ ന്യൂക്ലിയസിനകത്ത് ആരൊക്കെയുണ്ട്? പ്രോട്ടോണും ന്യൂട്രോണും ഉണ്ട്. അപ്പോൾ ഇലക്ട്രോൺ എന്ത് ചെയ്യും? ഇലക്ട്രോൺ ആണ് നമ്മുടെ ഈ ഓർബിറ്റിനകത്തുകൂടെ പോകുന്ന ആള്. ഇനി അതിനെക്കുറിച്ചാണ് നമ്മൾ പഠിക്കാൻ പോകുന്നത്. മനസ്സിലാവുന്നുണ്ടോ നിങ്ങളെ? ഓക്കെ ആണോ? ഇത് ഇത്രയും ഓക്കെ ആണോ? ഇപ്പം ഷെല്ല് എന്താണെന്നും ഓർബിറ്റ് എന്താണെന്നും ന്യൂക്ലിയസ് എന്താണെന്നും കെ ഷെല്ലും എൽ ഷെല്ലും ഒക്കെ എത്രാമത്തെയാണെന്നും ഒക്കെ പഠിച്ചു വെച്ചേക്കണം കേട്ടോ. നമ്മളോട് ചിലപ്പോൾ പരീക്ഷയ്ക്ക് ചോദിക്കും 4ാമത്തെ ഷെല്ല് ഏതാ പേര് പറയാൻ ചോദിച്ചാൽ 4 ഏതാ? KLMN ഷെല്ലാണ് കേട്ടോ. എങ്ങനെ വേണമെങ്കിലും ചോദിക്കാം. ഓക്കെ ആണോ? അതിന് സംശയമൊന്നുമില്ലല്ലോ. ഇനിയും ഇതിനൊരു ഇക്വേഷൻ വെച്ചിട്ട് ആണ് നമ്മൾ ഇതിൻ്റെ എടുക്കുന്നത്. കാരണം ഒന്നാമത്തത് നമ്മൾ പറഞ്ഞു കെ ഷെല്ല്, രണ്ടാമത്തത് എൽ ഷെല്ല്, മൂന്നാമത്തത് എം ഷെല്ല്, നാലാമത്തെ എൻ ഷെല്ലാന്ന് നമ്മൾ പറഞ്ഞു. അപ്പം ഇതിൻ്റെയൊക്കെ വാല്യൂ ഉണ്ട് കുഞ്ഞുങ്ങളെ. കാരണം എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ ഫസ്റ്റ് നമ്മൾ പറഞ്ഞു ഒന്നാമത്തത് ന്യൂക്ലിയസ് ആണ് കേട്ടോ. നല്ലതുപോലെ പഠിച്ചോണേ. ഒന്നാമത്തത് ന്യൂക്ലിയസ് ആണ്. അത് കഴിഞ്ഞിട്ട് വരുന്ന ഫസ്റ്റ് ഷെല്ലിൽ നമ്മൾ എത്രയൊക്കെ എന്തൊക്കെ പറഞ്ഞാലും അതിനകത്തിൽ 2 ഇലക്ട്രോൺ മാത്രമേ ഉണ്ടാവാൻ പറ്റത്തുള്ളൂ. പഠിച്ചോണേ. ഫസ്റ്റ് കെ ഷെല്ലിൽ നമ്മൾ എത്ര ഇലക്ട്രോൺ ഉണ്ടെങ്കിലും 2 പേരെ താങ്ങാനുള്ള ഇതേ അതിനുള്ളൂ കേട്ടോ. 2. കെ ഷെല്ലിൽ എത്രയാണ്? 2. അത് പഠിച്ച് വെച്ചേക്കണേ നിങ്ങളെ. കെ ഷെല്ലിൽ 2 ആണ്. കെ ആണല്ലോ ഫസ്റ്റ് കേട്ടോ. 2K കെയിൽ 2. അത് കഴിഞ്ഞിട്ട് വരുന്ന ആരാ? കെ കഴിഞ്ഞിട്ട് വരുന്നത് ആരാ നോക്കിക്കേ? ആരാ? എല്ലാണ് അല്ലേ? എല്ലിൽ എത്ര എണ്ണം വരുമെന്ന? 8 എണ്ണം വരുമെന്ന കേട്ടോ. ആ 8 എണ്ണമൊക്കെ എങ്ങനെ കിട്ടും എന്നറിയാൻ വേണ്ടി ഒരു ഇക്വേഷൻ ഉണ്ട് നിങ്ങൾ. ഏതാണ്ട് 2n² എന്നാണ് പറയുന്നത്. 2n² എന്ന് വെച്ചാൽ ഇതറിയാമെങ്കിൽ നമുക്ക് എളുപ്പം ചെയ്യാൻ പറ്റും. ഈ n എന്ന് പറയുന്നത് ഓർബിറ്റിൻ്റെ നമ്പറിനെ കാണിക്കാനാണ് കേട്ടോ. എന്താണ്? n എന്ന് പറയുന്നത് ഓർബിറ്റിൻ്റെ നമ്പറിനെ കാണിക്കാനാണ്. ഇപ്പം നമ്മളോട് പറയുക രണ്ടാമത്തെ ഷെല്ല് K ആന്ന് പറഞ്ഞു അല്ലേ? അപ്പം നമ്മൾ എങ്ങനെ എഴുതും നോക്കിക്കേ? 2n² അല്ലേ? 2 × n എന്ന് പറയുന്നത് എന്താന്ന് പറഞ്ഞു? ഓർബിറ്റിൻ്റെ നമ്പറാണ്. പഠിച്ചോണ്ടേ കുഞ്ഞുങ്ങളെ? ഓർബിറ്റിൻ്റെ നമ്പറിനെയാണ് n എന്ന് പറയുന്നത്. ഓർബിറ്റ് എത്രാമത്തെ ഓർബിറ്റാ? രണ്ടാമത്തെ. അപ്പം 2ൻ്റെ സ്ക്വയർ എത്ര? 4. 4 × 2 8. മനസ്സിലായോ? ഓക്കെ ആണോ? അങ്ങനെയാണെങ്കിൽ മൂന്നാമത്തത് എം. മൂന്നാമത്തെ ഏതാ ഷെല്ല്? എം എന്ന് പറയുന്ന മൂന്നാമത്തെ ഷെല്ലിനെ നമുക്ക് എങ്ങനെ അതിനകത്തിൽ എത്ര ഇലക്ട്രോൺ വരുമെന്ന് അറിയാൻ പറ്റും? 2 × 3². 3 വന്നാൽ എങ്ങനെയാ? അവിടുത്തെ ഓർബിറ്റിൻ്റെ എണ്ണമാണ് കേട്ടോ. അപ്പം 3ൻ്റെ സ്ക്വയർ. അപ്പോൾ ഈ 2ഉം സ്ക്വയറും ഒരു മാറ്റവും ഇല്ല. ഓർബിറ്റിൻ്റെ എണ്ണത്തിന് മാത്രമേ മാറ്റമുള്ളൂ. അത് ഓർത്തോണം കേട്ടോ. അപ്പോൾ ഈ മൂന്നാമത്തെ എം ഷെല്ലിൽ 18 എണ്ണം വരും. നാലാമത്തെ എൻ ഷെല്ലിൽ 32 എണ്ണവും വരും. ഒന്നുകൂടെ പറയണോ? അതായത് നമ്മുടെ എല്ല് ഷെല്ല്, എല്ലെന്ന് പറയുന്ന ഷെല്ല്, അതായത് ഫസ്റ്റ് ഏതാ? കെ. ഒന്ന് ന്യൂക്ലിയസ്, ഫസ്റ്റ് ന്യൂക്ലിയസ്. അത് കഴിഞ്ഞിട്ട് ഒന്നാമത് വരുന്നത് കെ ഷെല്ല്, രണ്ടാമത് വരുന്നത് എല്ല് ഷെല്ല് അല്ലേ? എല്ല്. അപ്പം ഈ എല്ലിൽ എത്ര ഇലക്ട്രോൺ വരെ വരാൻ പറ്റുമെന്നാണ്. അപ്പം നമ്മളോട് ഓർബിറ്റിൻ്റെ എണ്ണം ഇവിടെ ചോദിക്കും. ഇപ്പം നാലാമത്തെ ആണ് 4. എല്ലല്ലേ? എല്ലാകുമ്പം രണ്ടാമത്തെ. അപ്പം നമ്മൾ ആ ഇക്വേഷൻ ഓർത്തോണം. 2n². അപ്പോൾ 2 × L എന്ന് പറയുമ്പോൾ രണ്ടാമത്തെയാണ്. 2ൻ്റെ സ്ക്വയർ. 2ൻ്റെ സ്ക്വയർ എന്ന് പറഞ്ഞാൽ 2 × 2ൻ്റെ സ്ക്വയർ 4 = 8. അപ്പോൾ ഇതിനകത്തിൽ 8 എണ്ണം പറ്റും. 3, 4, 5, 6, 7 8 എണ്ണം പറ്റും കേട്ടോ. അതുപോലെ തന്നെ കെ ഷെല്ലിൽ 2 എണ്ണേ പറ്റത്തുള്ളൂ. മനസ്സിലായോ? അങ്ങനെ മൂന്നാമത്തെ ഷെല്ലിൽ 18 എണ്ണം പറ്റും. നാലാമത്തെ ഷെല്ലിൽ 32 എണ്ണം പറ്റും. അത് പഠിച്ച് വെച്ചേക്കണം കേട്ടോ. ഓക്കെ ആണോ? അത് അതിനകത്തിൽ എന്തെങ്കിലും സംശയമുണ്ടോ? എത്ര ഷെല്ലിൽ ഏതൊക്കെ വരുമെന്നുള്ളത്? ഇനി നമുക്ക് ടെസ്റ്റിൽ ചെയ്തിട്ടേക്കുന്ന ഒരു കണക്കുണ്ട് കുഞ്ഞുങ്ങൾ. ഏതാണ്ട് ഇവിടെ കാണാൻ പറ്റുന്നുണ്ടല്ലോ. ഇത് അപ്പുറത്ത് എഴുതിയത് കൊണ്ട് പോയോ? അതായത് എലമെൻറ്റ്സ്
അറ്റോമിക് നമ്പർ, എലമെന്റ്സ് എന്ന് വെച്ചാൽ എന്താ, പ്രതീകം അല്ലേ, അല്ലെങ്കിൽ എന്താ മൂലകങ്ങൾ എന്നൊക്കെ പറയും. എലമെന്റ്സ് പ്രതീകം. അറ്റോമിക് നമ്പർ അല്ലേ, മാസ് നമ്പർ, അറ്റോമിക് നമ്പർ, അറ്റോമിക് അല്ല എന്താ ഇലക്ട്രോണുകളുടെ അല്ലേ, ഇലക്ട്രോണിൻ്റെ നമ്പർ, പിന്നെ ഏതാ നിങ്ങളെ ഇലക്ട്രോൺ കോൺഫിഗറിൻ്റെ KLM. അപ്പോൾ അതെങ്ങനെ കിട്ടുന്നു എന്നാണ് നമ്മൾ ഫസ്റ്റ് പഠിക്കാൻ പോകുന്നത്. നോക്കിയോ നിങ്ങളെ, ഇത് ടെസ്റ്റിലെ ചോദ്യം എങ്ങനെ കിട്ടുന്നു എന്നൊന്ന് അറിയാൻ വേണ്ടിയാണ്. നോക്കിയേ, ഫസ്റ്റ് ഒന്നാമത്തെ എലമെൻ്റ് എന്ന് പറയുന്നത് ഹൈഡ്രജൻ ആണ്. ഒന്നാമത്തെ എലമെൻ്റ് ഏതാ, ഹൈഡ്രജൻ ആണ് കേട്ടോ. കാണിക്കാം നിങ്ങൾ. ഒന്നാമത്തെ എലമെൻ്റ് ഹൈഡ്രജൻ ആണ്. ഈ ഹൈഡ്രജൻ്റെ അതിന് മുമ്പേ ഞാൻ നിങ്ങളോടൊരു കാര്യം പറയാം. ഇതിപ്പോൾ ഹൈഡ്രജനാണ് അല്ലേ. ഈ ഹൈഡ്രജൻ്റെ ഈ താഴെ തരുന്ന ഇതിന് പറയുന്നത് അറ്റോമിക് നമ്പർ എന്നാണ്. എന്താവും നിങ്ങളെ, അറ്റോമിക് നമ്പർ. അതങ്ങ് പഠിച്ചു പോയിക്കോ. അപ്പോൾ പിന്നെ അറ്റോമിക് സംഖ്യ അല്ലേ, മലയാളത്തിൽ എന്താ പറയുന്നത്, അറ്റോമിക നമ്പർ എന്നോ, അറ്റോമിക നമ്പർ അല്ലേ, അറ്റോമിക നമ്പർ. ഇംഗ്ലീഷിലോ അറ്റോമിക് നമ്പർ അല്ലേ. ഈ അറ്റോമിക് നമ്പറിനെ നമ്മൾ Z എന്ന അക്ഷരം കൊണ്ടാണ് സൂചിപ്പിക്കുന്നത് കേട്ടോ. അറ്റോമിക് നമ്പറിനെ Z എന്ന അക്ഷരം കൊണ്ടാണ് സൂചിപ്പിക്കുന്നത്. അറ്റോമിക് നമ്പർ എവിടെ കിടക്കുന്നത്, ഏത് ഇംഗ്ലീഷ് ആൽഫബറ്റ് ആണോ അതിൻ്റെ താഴെ കിടക്കുന്നത് കേട്ടോ. അപ്പോൾ അതിൻ്റെ തലയിൽ ഒരാൾ കയറിയിരിപ്പുണ്ട്. അതെ, ഇവിടെ തലയിൽ ഒരാൾ കയറിയിരിപ്പുണ്ട്, താഴെ ഒരാൾ ഇരിപ്പുണ്ട്. മനസ്സിലാക്കണേ. ഈ തലയിൽ കയറിയിരിക്കുന്നത് ആരാന്നറിയോ, മാസ്. ആൾ ഭയങ്കര മാസാണ് കേട്ടോ. മാസ് നമ്പറാണ്. എന്താ നിങ്ങളെ, മാസ് നമ്പറാണ്. മലയാളത്തിലും എന്താ, മാസ് നമ്പർ എന്നാണ് പറയുന്നത്, മാസ് നമ്പർ. ഈ മാസ് നമ്പറിനെ നമ്മൾ A എന്ന അക്ഷരം കൊണ്ടുമാണ് സൂചിപ്പിക്കുന്നത്. സാധാരണ അറ്റോമിക് നമ്പറിനെ A എന്നും മാസ് നമ്പറിനെ Z എന്നും ഒക്കെ നമുക്ക് ഇവിടെ ചിന്തിക്കാം. പക്ഷെ അങ്ങനെയല്ല കേട്ടോ. ഓർത്തോണേ, അറ്റോമിക് നമ്പറിനെ Z എന്ന അക്ഷരം കൊണ്ടും, ഓർത്തോണേ കുഞ്ഞുങ്ങളെ, മാസ് നമ്പറിനെ A എന്ന അക്ഷരം കൊണ്ടുമാണ് സൂചിപ്പിക്കുന്നത്. മനസ്സിലായോ? ഞാനൊരു ഉദാഹരണം പറയാം. ഇപ്പം എന്താ നിങ്ങൾക്ക് പറ്റിയ ഹൈഡ്രജൻ്റെ തന്നെ എടുക്കുകയാണെങ്കിൽ ഇതൊന്ന് പഠിച്ചു വെച്ചേക്കണ്ടോ. ഇതിൻ്റെ കണക്കുണ്ട്. ഇത് ഞാൻ പറഞ്ഞിട്ട് നിങ്ങൾക്ക് പറഞ്ഞുതരാം കേട്ടോ. കാരണം നമുക്ക് ഈ പാഠപുസ്തകത്തിലെ 1.4 ഇതൊന്ന് പൂർത്തിയാക്കാൻ പറഞ്ഞത് കൊണ്ട് ഇതൊന്ന് പറഞ്ഞിട്ട് ഞാനിത് പറഞ്ഞുതരാം. അപ്പോൾ അറ്റോമിക് നമ്പർ എന്താണ്, മാസ് നമ്പർ എന്താണെന്ന് ഓർത്തോണം. ഇതിനേത് അക്ഷരം വെച്ചാണ് ഞാൻ ഇതിൻ്റെ കഴിഞ്ഞ പ്രാവശ്യത്തെ ലിങ്കിൻ്റെ അതിൻ്റെ പ്രാവശ്യം ഒരു ലിങ്ക് ഇട്ടിട്ടുണ്ട് കേട്ടോ. സ്ട്രക്ചർ ഓഫ് ആറ്റം എന്ന് പറയുന്നത്. ഞാൻ എപ്പോൾ പുതിയ ക്വസ്റ്റ്യനുകളും പുതിയ ഇത് വരുമ്പോഴും ഓരോ ലിങ്ക് ഇടുന്നുണ്ടോ നിങ്ങൾക്ക് അത് കാണുമ്പോൾ മനസ്സിലാവും കേട്ടോ. എനിക്ക് തോന്നുന്നു ഇത് 4ാമത്തെ വട്ടമാണ് ഈ ചാപ്റ്റർ തന്നെ ഞാൻ ഇടുന്നതെന്ന്. നിങ്ങളൊന്ന് നോക്കണേ. അപ്പം ഹൈഡ്രജൻ എന്ന് പറയുന്നതിൻ്റെ ഈ താഴെ, അതിന് ഏതോ ആയിക്കോട്ടെ കുഞ്ഞുങ്ങളെ, ഏത് എലമെൻസോ ആയിക്കോട്ടെ, അതിൻ്റെ താഴെ തരുന്നതിന് അറ്റോമിക് നമ്പർ, അതിനെ Z എന്ന അക്ഷരം കൊണ്ടും, തലയ്ക്ക് മുകളിൽ തലയുടെ മണ്ടയ്ക്ക് ഒരാൾ കിടക്കുന്നുണ്ടോ അതിനെ മാസ് നമ്പർ എന്നും അതിനെ A എന്നും കൊടുക്കും. അതൊന്ന് പഠിച്ചു വെച്ചേക്കണേ. ഇതിൻ്റെ കണക്കുണ്ട് കേട്ടോ. ഞാനിപ്പോൾ ഇത് പറഞ്ഞത് കൊണ്ടാണ്. അപ്പോൾ ഇവിടെ ഹൈഡ്രജൻ ആണ് കുഞ്ഞുങ്ങളെ. ഹൈഡ്രജൻ എന്ന് പറയുന്നതിൻ്റെ അറ്റോമിക് നമ്പർ 1. ഒന്നാമത്തെ അറ്റോമിക് നമ്പറാണ് ഹൈഡ്രജന്. അപ്പോൾ അതിൻ്റെ ഇലക്ട്രോൺ എത്ര ആയിരിക്കും എന്നാ ചോദിച്ചേ. ഇലക്ട്രോണുകളുടെ എണ്ണവും എന്താണ്, 1 തന്നെയാണ് കേട്ടോ. എന്താണെന്നറിയോ, അതൊന്ന് പഠിച്ചു വെച്ചേക്കണേ കേട്ടോ. അതായത് ഈ ഇലക്ട്രോൺ എത്രയുണ്ടോ അത് ഒന്ന് പഠിച്ചു വെച്ചേക്കണം കേട്ടോ. നിങ്ങൾ ഇതാണ് അറിഞ്ഞിരിക്കേണ്ടത്. അതായത് നമ്പർ ഓഫ് ഇലക്ട്രോൺ എത്രയുണ്ടോ അത് തന്നെയായിരിക്കും നമ്പർ ഓഫ് പ്രോട്ടോണും കേട്ടോ. അതുപോലെ തന്നെ ഈ പ്രോട്ടോൺ തന്നെയാണ് അറ്റോമിക് നമ്പറും. അറ്റോമിക് നമ്പർ തന്നെയാണ് കുഞ്ഞുങ്ങളെ എന്ത് പറയുന്നത്, പ്രോട്ടോൺ എന്ന് പറയുന്നതും കൂടി ഒന്ന് പഠിച്ചു വെച്ചേക്കണം കേട്ടോ. ഇത് എത്ര ആണോ വരുന്നത് അത് തന്നെയായിരിക്കും പ്രോട്ടോൺ കേട്ടോ. പഠിച്ചു വെച്ചേക്കണേ. അറ്റോമിക് നമ്പർ എത്ര ആണോ അത് തന്നെയായിരിക്കും പ്രോട്ടോൺ. ഒന്ന് പഠിച്ചോ. അറ്റോമിക് നമ്പർ തന്നെയാണ് പ്രോട്ടോൺ തന്നെയാണ് അറ്റോമിക് നമ്പർ കേട്ടോ. ഇനി അപ്പം ഇലക്ട്രോൺ എത്രയാണെന്ന് ചോദിക്കും. ഇലക്ട്രോൺ എത്രയാണെന്ന് ചോദിച്ചു കഴിഞ്ഞാൽ എങ്ങനെ എഴുതാം, നമ്മുടെ ഈ അറ്റോമിക് നമ്പർ എത്രയാണോ അത് തന്നെയായിരിക്കും ഇലക്ട്രോണും. പ്രോട്ടോണും ഇലക്ട്രോണും ഒന്ന് തന്നെയായിരിക്കും കുഞ്ഞുങ്ങളെ കേട്ടോ. പ്രോട്ടോണും ഇലക്ട്രോണും ഒന്ന് തന്നെയായിരിക്കും നമ്പർ. സംശയം ഉണ്ടെങ്കിൽ നമുക്ക് ഇങ്ങോട്ട് എഴുതാം. നോക്കിയേ, ഹീലിയത്തിന് 1, ഹൈഡ്രജന് 1 അല്ലേ. അപ്പം നമ്മൾ അതിൻ്റെ ഇതുപോലെ വരയ്ക്കുമ്പം ഈ കോൺഫിഗറേഷനിൽ നമ്മൾ എങ്ങനെ എഴുതും,
ഡയഗ്രാമായിട്ട് എഴുതാൻ നേരം നമ്മൾ ഇതിനെ എങ്ങനെ എഴുതും? ഡയഗ്രാം വരച്ച് എഴുതുമ്പോൾ ഒരെണ്ണയുള്ളൂ. കെ എന്ന ഷെല്ലിനകത്തിൽ ഒരെണ്ണേ വരത്തുള്ളൂ. കാരണം ഒരെണ്ണയുള്ളൂ. കെ എന്ന് പറയുന്നത് എന്താ? ഫസ്റ്റ് ഷെല്ലാകുമ്പോൾ ഇവിടെ ഒരെണ്ണേ വരത്തുള്ളൂ അല്ലേ? അടുത്ത രണ്ടാമത്തെ ഏതാണ്? ഹീലിയം. ഹീലിയത്തിന് നമ്മൾ പറഞ്ഞു പ്രോട്ടോൺ എത്രയാണോ അത് തന്നെയാണ് ഇലക്ട്രോണും. കണ്ടോ, 2 പറയുന്നു. അപ്പോൾ 2 നമ്മുടെ കെ ഷെല്ലിൽ പറ്റും. അപ്പം 2. മനസ്സിലായോ? കെ ഷെല്ലിൽ ആകെ 2 പറ്റത്തുള്ളൂ. അങ്ങനെയാണെങ്കിൽ ലിഥിയത്തിന് 3 ഉണ്ട് കുഞ്ഞുങ്ങളെ. ലിഥിയത്തിന് 3 ഉണ്ട്. അപ്പം 3. ഇത് എത്ര ഉണ്ടോ അത് തന്നെയായിരിക്കും പ്രോട്ടോൺ. എത്ര ആണോ അത് തന്നെയായിരിക്കും ഇലക്ട്രോൺ കേട്ടോ. അറ്റോമിക് നമ്പർ അത് തന്നെയായിരിക്കും പ്രോട്ടോണും. ഇത് ഇത്രയും പഠിച്ച് വെക്കുന്നവർക്ക് എളുപ്പമാണ് കേട്ടോ. അപ്പം നോക്കിയേ 3. അപ്പം ഇവിടെ നോക്കിയേ, നമുക്കറിയാം കെ ഷെല്ലിനകത്തിൽ 2 പറ്റത്തുള്ളൂ എന്ന് നമ്മൾ പഠിച്ചു അല്ലേ? ഈ കെ ഷെല്ലിനകത്തിൽ 2 പറ്റത്തുള്ളൂ. നമ്മൾ എന്ത് ചെയ്താലും അതിനകത്ത് പറ്റത്തില്ല. അപ്പം ഇവിടെ എത്ര ഉണ്ട്? 3 ഉണ്ട് അല്ലേ? ഇവിടെ എത്ര ഉണ്ട്? 3 ഉണ്ട്. അപ്പം നമ്മൾ എന്തോ ചെയ്യും? അപ്പം തൊട്ടപ്പുറത്ത് കിടക്കുന്ന ഷെല്ലിനകത്തിലോട്ട് 1 കൊണ്ട് കൊടുക്കും. ഏതാ? എൽ എന്ന് പറയുന്ന ഷെല്ലിനകത്തിലോട്ട് 1 കൊണ്ട് കൊടുക്കും. കാരണം മൊത്തം 3 കാണിക്കണമല്ലോ. 3 ഇല്ലേ ഇവിടെ? ആ 3 നമ്മൾ ഇങ്ങനെ കാണിക്കാൻ പറ്റുമെന്ന് മനസ്സിലായോ? അടുത്തത് ബെറീലിയം എന്ന് പറയുന്നത് എത്ര? 4. ബെറീലിയം 4. 4 എങ്ങനെ കൊടുക്കും? ഇതിൽ 2 പറ്റത്തുള്ളൂ അല്ലേ? ഇതിലോ? ബാക്കി 2 വന്ന് ഇതിലും കൊടുത്തു. 2 ബെറീലിയം. പേരൊക്കെ ഞാൻ ഇവിടെ എഴുതി വെച്ചിട്ടുണ്ടോ നിങ്ങളുടെ മലയാളം? ഇതിൻ്റെയൊക്കെ ചിലപ്പോൾ അടുത്ത പാഠം നിങ്ങൾക്ക് ഇതാട്ടോ. അടുത്ത പാഠം നമ്മുടെ മൂലകങ്ങളുടെ പാഠമാട്ടോ, എലമെൻസുകളുടെ പാഠമാണ്. അപ്പോൾ ഇവിടെ അതൊന്നേരം നമുക്ക് നല്ലപോലെ പഠിക്കാം. ബെറീലിയം എടുത്തു. അടുത്ത ബോറോൺ. ബി എന്ന് വെച്ചാൽ ബോറോണ് 5. 5 എങ്ങനെ എഴുതും? 2, 3 അല്ലേ? എങ്കിലേ 5 ആവത്തുള്ളൂ. അടുത്തത് കാർബൺ. കാർബൺ എന്ന് വെച്ചാൽ 6 എങ്ങനെ എഴുതും നമുക്ക്? 2, 4 അല്ലേ? കാർബണ് 2, 4. ഇതിനകത്തിലും 2 പറ്റത്തുള്ളൂ. നമ്മൾ എത്ര എന്ന് പറഞ്ഞാലും 2 പറ്റത്തുള്ളൂ. ഇനി നൈട്രജന് 7. 7 എന്ന് വെച്ചാൽ എങ്ങനെ എഴുതും? 2, 5. 5 2 7. അടുത്ത ഓക്സിജൻ 8. ഇത് എത്ര ഉണ്ടോ അത് തന്നെയായിരിക്കും ഇത്. പ്രോട്ടോൺ എത്ര ഉണ്ടോ അത്രയും തന്നെയായിരിക്കും ഇലക്ട്രോൺ. അറ്റോമിക് നമ്പർ തന്നെയായിരിക്കും പ്രോട്ടോണും കേട്ടോ. അപ്പോൾ 8 വരണമെങ്കിൽ 2, 6. അടുത്ത ഫ്ലൂറിൻ. എഫ് എന്ന് വെച്ചാൽ ഫ്ലൂറിൻ 9. 9 വരണമെങ്കിൽ എന്തോ ചെയ്യണം നിങ്ങളെ? 9. 2, 7 അല്ലേ? 7 2 വലിയ 9. അടുത്ത നിയോണ്. നിയോൺ എന്ന് വെച്ചാൽ ഏതാ? 10. 10 വരണമെന്നുണ്ടെങ്കിൽ 2, 8. 2, 8. അപ്പം നമ്മൾ പഠിച്ചു ഫസ്റ്റ് ഷെല്ലിൽ 2 പറ്റത്തുള്ളൂ. രണ്ടാമത്തെ ഷെല്ലിൽ 8 പറ്റത്തുള്ളൂ എന്ന് നമ്മൾ പഠിച്ചു അല്ലേ? അപ്പം നമുക്ക് അടുത്ത നോക്കിയേ 11 വന്നാൽ നമ്മൾ എന്തോ ചെയ്യും? 2 നോക്കട്ടെ കുഞ്ഞുങ്ങളെ. അടുത്ത എന്തോ ചെയ്യും? 11 വന്നാൽ 2. ഇതിൽ 8 പറ്റത്തുള്ളൂ. രണ്ടാമത്തെ ഷെല്ല് അത്രയേ കൊള്ളത്തുള്ളൂ. ബാക്കി വന്ന 1 അപ്പുറത്തെ ഷെല്ലിലോട്ട് തട്ടിയാൽ മതി. അപ്പുറത്തും ഷെല്ല് കിടപ്പുണ്ടല്ലോ ഇല്ലേ? അയാൾ ഫ്രീ ആയിട്ടിരിക്കില്ലേ? അങ്ങോട്ട് തട്ടിക്കോണം കേട്ടോ. അടുത്തത് മഗ്നീഷ്യം അല്ലേ? മഗ്നീഷ്യം 12. ഇതിൽ 2 പറ്റത്തുള്ളൂ. ഇതിൽ 8 പറ്റത്തുള്ളൂ. അപ്പോൾ 8 2 10. 10 2 12. അടുത്ത അലൂമിനിയം 13. അലൂമിനിയം 13. അപ്പം 2. ഇതിൽ 8 പറ്റൂ. 8 2 10. 10 3 13. ഇപ്പം നിങ്ങൾക്ക് കുറേയൊക്കെ മനസ്സിലാവുന്നുണ്ടോ ഇത് കാണുമ്പോൾ? ഉണ്ടോ? അടുത്തത് സിലിക്കൺ 14. ആദ്യത്തെ കെ ഷെല്ലാണ് ഫസ്റ്റ് ഷെല്ല്. 2 പറ്റൂ. എല്ല് ഷെല്ലിൽ 8 പറ്റൂ. ഇനി ഇതിൽ നോക്കിയേ, ബാക്കി 8 2 10. 4 14. അങ്ങനെ നിങ്ങൾ എഴുതണം. എപ്പോഴും ഓർത്തോണം കേട്ടോ. അങ്ങനെ ലാസ്റ്റിൽ നമ്മളിപ്പോൾ ഇങ്ങനെ ഷെല്ല് വരച്ച് തന്നെ ഇങ്ങനെ വരച്ച് പോകുമ്പോൾ കേട്ടോ, ഏറ്റവും ലാസ്റ്റ് ഷെല്ലിൽ ഒരിക്കലും 8 കൂടുതൽ വരാൻ പറ്റത്തില്ല എന്ന് ഓർത്ത് വെച്ചേക്കണം കേട്ടോ. ഏറ്റവും ലാസ്റ്റ് നമ്മൾ വരയ്ക്കുന്ന ഷെല്ലിനകത്തിൽ 8 കൂടുതൽ, ഇപ്പോൾ 9 10 എന്നൊക്കെ ചിലപ്പോൾ നമ്മൾ എഴുതി വെക്കും. മനസ്സിലായോ? ഇപ്പം ഞാൻ പറയുക 19 ഉണ്ടെന്ന് വെച്ചോ കുഞ്ഞുങ്ങളെ. ഇപ്പം 19 ഉണ്ടെന്ന് വെച്ചു. നമ്മളതിനെ എങ്ങനെ എഴുതും? ഇത് ന്യൂക്ലിയസ്, ഇത് ഫസ്റ്റ് ഷെല്ല്. ഫസ്റ്റ് ഷെല്ലിൽ 2 അല്ലേ? രണ്ടാമത്തെ ഷെല്ലിൽ 8 ഉണ്ടെന്ന് വെച്ചോ ഇല്ലേ? 8. അതായത് ഒന്നിൽ 2, അടുത്തതിൽ 8. അപ്പോൾ അടുത്ത ഷെല്ല് വരയ്ക്കും. എത്ര വരയ്ക്കും? 10. അടുത്തതിലും 8 പറ്റത്തുള്ളൂ കേട്ടോ. അല്ലാതെ 8 2 10. 10ൻ്റെ ബാക്കി 9 കയറ്റി ഈ ഷെല്ലിൽ ഇടരുത്. കാരണം ഇത് അവസാനത്തെ ഷെല്ലാണ് കണ്ടോ. ഇത് ലാസ്റ്റ് ഷെല്ലാണ്. കാരണം വേറെ ഒന്നും ഇല്ലാത്തതുകൊണ്ട് ഇനി ഷെല്ല് വരയ്ക്കേണ്ട. ലാസ്റ്റ് ഷെല്ലായതുകൊണ്ട് അതിൽ 9 പറ്റത്തില്ല. അപ്പം നമ്മൾ എന്ത് ചെയ്യണം? 8 അതിൽ കൊടുക്കാവൂ. പിന്നീടുള്ള 1 അടുത്ത ഷെല്ലിൽ വേണം കൊടുക്കാൻ. മനസ്സിലായോ? അപ്പോൾ അതിനെ നമ്മൾ എങ്ങനെ എഴുതും? 2 അല്ലേ? 8 8 1 എന്ന് എഴുതണം.
മനസ്സിലായോ? ഇലക്ട്രോണിക് കോൺഫിഗറേഷനിൽ നമ്മൾ എങ്ങനെ എഴുതും? 2 8 8 1 എന്ന് എഴുതണം. കാരണം ലാസ്റ്റിൽ ഒരിക്കലും ഇപ്പം നമ്മൾ 2 8 9 എന്ന് എഴുതത്തില്ല എന്നാണ് പറഞ്ഞത്. കാരണം ലാസ്റ്റ് ഷെല്ലിൽ 9 എന്ന് എഴുതത്തില്ല. അതൊന്ന് കാണാതെ പഠിച്ച് വെച്ചേക്കണം. ചാടി കയറി നമുക്ക് അറിയാമെന്നും പറഞ്ഞ് ആദ്യത്തെ 2 വരച്ചു, അടുത്തതിൽ 8 വരച്ചു, ബാക്കി കയറി 9 10 ഒന്നും അടിച്ച് വെക്കരുത് കേട്ടോ. അത് നല്ലപോലെ പഠിച്ച് വെച്ചേക്കണം കേട്ടോ. ഓക്കെ ആണോ? അങ്ങനെ നമുക്ക് അടുത്ത് നോക്കണമില്ലേ? അടുത്ത നമുക്ക് പഠിക്കാൻ പോകുന്നത് ഇപ്പോൾ ബോറോൺ എന്ന് പറയുന്ന ഒരു എലമെൻറ്റ്സ് അല്ലേ, ബി എന്ന് പറയുക. ഞാൻ അതിൻ്റെ താഴെ എന്ന് പറയുന്നതിനെ നമ്മൾ എന്ത് പേരിൽ അറിയപ്പെടുന്നത്? അറ്റോമിക് നമ്പർ എന്നാണ് പറയുന്നത്. അതിനെ ഞാൻ 5 എന്ന് കൊടുത്തു. താഴെ തരുന്നത് അറ്റോമിക് നമ്പറും മേളിൽ തരുന്നത് മാസ് നമ്പറുമാണ്. അപ്പോൾ ഇത് 5 എന്ന് പറയുന്നത് എന്താ? 5 എന്ന് പറയുന്നത് അറ്റോമിക് നമ്പറാണ് അല്ലേ. 11 എന്ന് പറയുന്നത് മാസ് നമ്പറാണ് കേട്ടോ. ഇനി ഈ മാസ് നമ്പർ എങ്ങനെ കണ്ടുപിടിക്കും എന്ന് ചോദിച്ചാൽ എന്താവും നിങ്ങളെ? മാസ് നമ്പറിന് നമ്മൾ മുമ്പ് പറഞ്ഞായിരുന്നു, മാസ് നമ്പറിന് ഏത് അക്ഷരം കൊണ്ടാണ് സൂചിപ്പിക്കുന്നത്? മാസ് നമ്പറിന് എ എന്ന അക്ഷരം കൊണ്ടാണ് സൂചിപ്പിക്കുന്നത്. മുമ്പ് തിയറി പറഞ്ഞ ഓർമ്മയുണ്ടോ? ഇനി അറ്റോമിക് നമ്പറിന് ഓർത്തോണ്ടേ നിങ്ങളെ, അറ്റോമിക് നമ്പറിന് ഇസഡ് എന്ന അക്ഷരം കൊണ്ടാണ് സൂചിപ്പിക്കുന്നത്. അപ്പം 5 എന്ന് പറയുന്നത് എന്താ? ഇവിടുത്തെ ഇസഡ് ആണ്. ഓർത്ത് വെച്ചേക്കണേ, ഇസഡ് ആണ്. 11 എന്ന് പറയുന്നത് അവിടുത്തെ എ ആണ്. എ എന്ന് വെച്ചാൽ എന്താണ്? മാസ് നമ്പർ. ഇത് നല്ലപോലെ പഠിച്ചോണം. അറ്റോമിക് നമ്പർ എന്ന് വെച്ചാൽ ഇസഡ് ആണ് കേട്ടോ. എഴുതി തന്നെ പഠിക്കണം. താഴെ തരുന്നത് അറ്റോമിക് നമ്പർ, അതെന്ന് വെച്ച് കഴിഞ്ഞാൽ ഇസഡ്. ബി എന്ന് വെച്ചാൽ മുകളിൽ തരുന്നത് 11 കേട്ടോ. അത് മാസ് നമ്പർ. അതിനെ എ എന്ന അക്ഷരം കൊണ്ടാണ് സൂചിപ്പിക്കുന്നത്. മനസ്സിലായോ? അപ്പം അറ്റോമിക് നമ്പർ കണ്ടുപിടിക്കാൻ കേട്ടോ, അറ്റോമിക് നമ്പറിനെ നമ്മൾ ഏത് അക്ഷരം കൊണ്ടാണ് സൂചിപ്പിക്കുന്നത്? ഇസഡ് എന്ന അക്ഷരം കൊണ്ടാണ്. അറ്റോമിക് നമ്പറിനെ ഇസഡ് എന്ന അക്ഷരം കൊണ്ടാണ് സൂചിപ്പിക്കുന്നത്. അറ്റോമിക് നമ്പർ കാണണമെന്നുണ്ടെങ്കിൽ പ്രോട്ടോണും ന്യൂട്രോണും കൂടെ കൂട്ടിയാൽ മതി കേട്ടോ. പ്രോട്ടോണും ന്യൂട്രോണും കൂടെ കൂട്ടിയാൽ മതി, അറ്റോമിക് നമ്പർ നമുക്ക് കിട്ടും. പഠിച്ചു വെച്ചേക്കണേ കേട്ടോ. അതുപോലെ തന്നെ പ്രോട്ടോണും ഇലക്ട്രോണും എപ്പോഴും സെയിം ആയിരിക്കുമെന്ന് നമ്മളിപ്പോൾ ഒത്തിരിയും വട്ടം പറഞ്ഞു അല്ലേ. പ്രോട്ടോണും ഇലക്ട്രോണും എപ്പോഴും സെയിം ആയിരിക്കും. ഇനി മാസ് നമ്പർ, അടുത്ത മാസ് നമ്പർ ഏതാ? അറ്റോമിക് നമ്പർ ഞാനിവിടെ എഴുതി വെച്ചതേ ഇങ്ങനെ തരാം, അല്ലെങ്കിൽ എ കണ്ടോണ്ടേ. അറ്റോമിക് നമ്പറിനെ നമ്മൾ ഇസഡ് എന്ന അക്ഷരം കൊടുത്തു. അപ്പോൾ പ്രോട്ടോണും ന്യൂട്രോണും കൂടെ കൂട്ടുന്നതാണ് കേട്ടോ. അടുത്ത മാസ് നമ്പർ കാണണമെങ്കിൽ മാസ് നമ്പറിനെ നമ്മൾ എ എന്ന അക്ഷരം കൊണ്ട് കൂട്ടും. അതെന്താണെന്നറിയോ? പ്രോട്ടോണും ഏതൊക്കെയാ മാസ് നമ്പർ കാണണമെങ്കിൽ പ്രോട്ടോണും ഇസഡ് എഴുതി ചില മിസ്റ്റേക്ക് ഉണ്ടോ നിങ്ങൾ? അതൊക്കെ മാസ് നമ്പറിനെയാണ് ഈ എ മാസ് ആയതുകൊണ്ട് ഈ തെറ്റുന്നത് കേട്ടോ. മാസ് നമ്പറിനെ നമ്മൾ എ എന്ന് പറയും. മാസ് നമ്പറിനെ എ എന്ന് പറയും. അത് കാണണമെങ്കിൽ പ്രോട്ടോണും ന്യൂട്രോണും കൂടെ കൂട്ടണമെന്ന്. ഇനി ഇസഡ് എന്ന് പറയുന്നത് അറ്റോമിക് നമ്പറാണ്. അതെന്ന് വെച്ച് കഴിഞ്ഞാൽ ഇസഡ് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ എന്താണ്? അറ്റോമിക് നമ്പറാണ്. ഈ അറ്റോമിക് നമ്പർ എന്ന് വെച്ചാൽ പ്രോട്ടോൺ ഉണ്ടല്ലോ നിങ്ങളെ, പ്രോട്ടോണിൻ്റെ നമ്പർ ആയിരിക്കും തരുന്നത് കേട്ടോ. പ്രോട്ടോൺ ആയിരിക്കും കേട്ടോ. പ്രോട്ടോണിൻ്റെ എണ്ണമായിരിക്കും അറ്റോമിക് നമ്പർ. അത് നമുക്കൊരു കണക്ക് ചെയ്യാം, അപ്പം നിങ്ങൾക്ക് കുറച്ചുകൂടെ മനസ്സിലാവും. അതായത് ഇപ്പം പറഞ്ഞില്ലേ, ബോറോണിൻ്റെ കാര്യം പറഞ്ഞില്ലേ, അത് തന്നെ എടുക്കാം. അതാണ്ട് ഇവിടെ തന്നല്ലോ. അപ്പോൾ ഇവിടെ എത്രയൊക്കെയായിരിക്കും കിട്ടുന്നത്? നമ്പർ ഓഫ് ഇലക്ട്രോൺ ഒന്നുകൂടെ എഴുതാം. ബോറോണിൻ്റെ ഇത് 5ഉം ഇത് 11 അല്ലേ. അപ്പോൾ ഇവിടുത്തെ കാണാൻ പറ്റുന്നുണ്ടോ? ബോറോണിൻ്റെ ഇത് 5ഉം ഇത് 5 എന്ന് വെച്ചാൽ അറ്റോമിക്, 11 എന്ന് വെച്ചാൽ മാസ് അല്ലേ. മാസ് എപ്പോഴും തലയില അല്ലേ, മാസ്. അപ്പോൾ ഇവിടുത്തെ നമ്പർ ഓഫ് ഇലക്ട്രോൺ എത്ര ആവും നിങ്ങളെ? ഇലക്ട്രോൺ എന്ന് പറയുന്നത് എത്ര? ഇവിടുത്തെ ഇലക്ട്രോൺ എന്ന് വെച്ച് കഴിഞ്ഞാൽ പ്രോട്ടോണും ഇത് 1 പറഞ്ഞു ഇല്ലേ. ഇലക്ട്രോൺ എന്ന് പറയുന്നത് അപ്പം 5 ആണ് കേട്ടോ. 5 എങ്ങനെ 5 വന്നത്? തണ്ട് ഈ എന്താ വെച്ചാൽ അറ്റോമിക് നമ്പർ തന്നെയാണ്. ഇവിടെ ബ്രാക്കറ്റിൽ കൊടുക്കാം. മുമ്പ് നമ്മൾ പറഞ്ഞതാ, അറ്റോമിക് നമ്പർ തന്നെയാണ് ഇലക്ട്രോൺ എന്ന് നമ്മൾ പഠിച്ചു. അപ്പം അറ്റോമിക് നമ്പർ തന്നെയാണ് ഇലക്ട്രോൺ കേട്ടോ. അറ്റോമിക് നമ്പർ ആണല്ലോ ഇത്, അത് തന്നെയാണ് ഇലക്ട്രോൺ. അങ്ങനെയാണെങ്കിൽ ഞാൻ ചോദിക്കുക, ന്യൂട്രോൺ എങ്ങനെ കണ്ടുപിടിക്കും? ന്യൂട്രോൺ കാണാൻ എന്തോ ചെയ്താൽ മതി നിങ്ങളെ, ഈ മാസ് നമ്പറിൽ നിന്ന് അറ്റോമിക് നമ്പർ അങ്ങ് കുറച്ചാൽ മതി കേട്ടോ. മാസ് നമ്പറിൽ നിന്ന് അറ്റോമിക് നമ്പർ അങ്ങ് കുറച്ചാൽ മതി. മാസ് നമ്പർ എത്ര? 11. അറ്റോമിക് നമ്പർ 5 ആണെങ്കിൽ 6 ആണ് അവിടുത്തെ ന്യൂട്രോൺ. അപ്പോൾ ഇലക്ട്രോണും കിട്ടി. ഇലക്ട്രോൺ 5 ആണെങ്കിൽ പ്രോട്ടോൺ എത്ര? പ്രോട്ടോണും 5. കാരണം രണ്ടും എപ്പോഴും സെയിം ആയിരിക്കും. ഇത് പഠിക്കാമെങ്കിൽ എളുപ്പം നിങ്ങൾക്ക് സംഭവം പിടികിട്ടും. എന്തൊക്കെയാണ്
ഇതിനകത്തിൽ അതായത് ബോറോണിൻ്റെ ഇത് മാസ് നമ്പർ, ഇത് അറ്റോമിക് നമ്പറാണ്. അപ്പോൾ ഇതിൻ്റെ ഇലക്ട്രോൺ എത്രയാണെന്ന് ചോദിച്ചു കഴിഞ്ഞാൽ നമ്മൾ ഓർത്താൽ മതി അറ്റോമിക് നമ്പർ തന്നെയായിരിക്കും ഈ ഇലക്ട്രോണും പ്രോട്ടോണും. അതുപോലെ തന്നെ മേളിൽ കിടക്കുന്ന ന്യൂട്രോൺ കണ്ടുപിടിക്കണമെന്നുണ്ടെങ്കിൽ ഈ മേളിൽ കിടക്കുന്നതിനെ താഴെ കിടക്കുന്നതുകൊണ്ട് അങ്ങ് കുറച്ചാൽ മതി. അതായത് മാസ് നമ്പറിൽ നിന്ന് അറ്റോമിക് നമ്പർ അങ്ങ് കുറച്ചാൽ മതി എന്ന് കേട്ടോ. പ്രോട്ടോണോ ഇലക്ട്രോണോ എപ്പോഴും സെയിം ആയിരിക്കും എന്നൊന്ന് പഠിച്ച് വെച്ചേക്കണം. ഓക്കെ ആണോ? അങ്ങനെയാണെങ്കിൽ ഞാൻ ഒരെണ്ണോടെ തരട്ടെ. ഇപ്പം മഗ്നീഷ്യത്തിൻ്റെ താഴെ 12 തന്നിട്ടുണ്ട്, മേളി 24 തന്നിട്ടുണ്ട് അല്ലേ? മേളി തരുന്ന എന്താണ്? എ ആണല്ലോ. തിരിഞ്ഞു പോകല്ലേ? എ എന്ന് വെച്ചാൽ എനിക്ക് തിരിഞ്ഞു പോകുന്നുണ്ട് കേട്ടോ. എ എന്ന് വെച്ചാൽ എ എന്നില്ല കാണുമ്പോഴേ അറ്റോമിക് എന്ന് പറയും. പക്ഷേ അല്ല, അതെപ്പോഴും ഓർക്കണം മാസാണ്. 12 എന്ന് വെച്ച് കഴിഞ്ഞാൽ അതാണ് അറ്റോമിക്. അതല്ല ഇസഡ് കേട്ടോ. ഞാൻ പറഞ്ഞില്ലയോ അറ്റോമിക്കിന് എ എന്ന് എഴുതി വെച്ചങ്ങ് ശീലിച്ചു പോയി കേട്ടോ. മാസ് തലയിലും അറ്റോമിക്ക് താഴെയാണ്. നിങ്ങൾക്ക് തിരിയല്ലേ കുഞ്ഞുങ്ങളെ കേട്ടോ. അറ്റോമിക്ക് ഇസഡ് എന്ന അക്ഷരം കൊണ്ടാണ് അറ്റോമിക്ക്. അപ്പോൾ ഇവിടുത്തെ ഇലക്ട്രോൺ നമ്മളോട് ചോദിക്കുന്ന ഇതാ ഇലക്ട്രോൺ ഇവിടെ എത്ര? ഇലക്ട്രോൺ എന്ന് പറയുന്നതും പ്രോട്ടോണും അറ്റോമിക് നമ്പറും എല്ലാം സെയിം ആണെന്ന് നമ്മൾ പഠിച്ചു. അപ്പോൾ അത് 12. ഇവിടുത്തെ പ്രോട്ടോൺ എത്ര എന്ന് ചോദിച്ചാൽ എന്താ? അതും നമുക്കറിയാം 12. അങ്ങനെയാണെങ്കിൽ ന്യൂട്രോൺ എത്ര എന്ന് ചോദിച്ചാൽ എങ്ങനെ പറയും? ന്യൂട്രോൺ എന്ന് വെച്ച് കഴിഞ്ഞാൽ നമുക്ക് എന്ന് ഇസഡ് കുറച്ചാൽ മതി അല്ലേ? എത്ര? 24 നിന്ന് 12 കുറച്ചാൽ 12 നമുക്ക് ഇവിടുത്തെ ന്യൂട്രോൺ. ഇതറിയാമെങ്കിൽ നമുക്ക് എളുപ്പമാണ് കേട്ടോ. ഇതറിയാമെങ്കിൽ നമുക്ക് എളുപ്പം ചെയ്യാൻ പറ്റും. ഇതിനകത്ത് ഇത്രയൊക്കെ ഉള്ളൂ കുഞ്ഞുങ്ങളെ. ഇനി ആ ഐസോടോപ്പിൻ്റെ ഐസോബാറിൻ്റെയും കൂടെ ഒന്ന് പറഞ്ഞേക്കാം കുഞ്ഞുങ്ങളെ. ഐസോടോപ്പും ഐസോബാറും. അതായത് നമുക്ക് ആദ്യമേ ഐസോടോപ്പ് എന്ന് വെച്ച് കഴിഞ്ഞാൽ ഇത് ഏതെങ്കിലും ഞാൻ ഇപ്പോൾ ഈ പറഞ്ഞ എലമെൻറ്റ്സ് അല്ല, ഏതെങ്കിലും ആയിക്കോട്ടെ, ഏത് വേണമെങ്കിലും ആയിക്കോട്ടെ, അതിൻ്റെ താഴെ തരുന്ന അറ്റോമിക് നമ്പറും മേളിൽ തരുന്ന മാസ് നമ്പറും ആണെന്ന് പറഞ്ഞില്ലേ? ഈ അറ്റോമിക് നമ്പർ ഇപ്പം നമുക്ക് 2 ആറ്റം ഇവിടെ തരുക. 2 ആറ്റം തന്നിട്ടുണ്ടെങ്കിൽ ഈ 2ൻ്റെയും താഴെ അറ്റോമിക് നമ്പറാണെന്ന് നമ്മൾ പറഞ്ഞില്ലേ? ഇത് സെയിം ആയിരിക്കും. ഇതിപ്പോൾ ഏതെങ്കിലുമൊക്കെ ആയിരിക്കും. മാസ് നമ്പർ ഡിഫറൻറ്റും അറ്റോമിക് നമ്പർ സെയിമുമായിരിക്കും എന്തിൻ്റെ? ഐസോടോപ്പിൻ്റെ. ഏതെങ്കിലും 2 കേട്ടോ. ഏതെങ്കിലും 2 ആറ്റങ്ങൾ. ഈ ആറ്റത്തിൻ്റെ താഴെ തരുന്നതിനെ നമ്മൾ അറ്റോമിക് നമ്പർ എന്നും മേളിൽ തരുന്നതിനെ മാസ് നമ്പർ എന്നും പറയുന്നു. ഇത് 2 ആറ്റത്തിൻ്റെയും ഒരുപോലെ വന്നാൽ ഇവിടെ ഡിഫറൻറ്റുമാണ്. ഇവിടെ ഇപ്പം ഏതെങ്കിലും കൊടുക്കുക. അങ്ങനെയാണെങ്കിൽ അതിനെ ഐസോടോപ്പ് എന്നും കേട്ടോ. അതുപോലെ തന്നെ നമ്മളെന്താ? അതുപോലെ തന്നെ 2 ആറ്റങ്ങൾ കൊടുക്കുക കേട്ടോ. അതിനകത്തിൽ എന്താ അറ്റോമിക് നമ്പർ ഡിഫറൻറ്റ്. ഇത് ഞാൻ പറയാം ഡിഫറൻറ്റ്. മാസ് നമ്പർ സെയിമാണ്. നോക്കിയേ, മാസ് നമ്പർ സെയിമാണ്. ഇത് രണ്ടും സെയിമാണ്. മാസ് രണ്ടും സെയിം ആണെങ്കിൽ അതിനെ ഐസോബാർ എന്നും പറയുന്നു കേട്ടോ. ഐസോബാർ എന്നും പറയുന്നു. നല്ലപോലെ പഠിച്ച് വെച്ചേക്കണേ. ഇത് ഇത്രയും മതി കുഞ്ഞുങ്ങളെ. കൂടുതൽ പഠിച്ചാൽ നിങ്ങൾക്കും അത് കേട്ടോ. അത് മുമ്പ് പറഞ്ഞ് ഓർത്തോണം. ലാസ്റ്റ് ഷെല്ലിൽ ഒരിക്കലും 8ൽ കൂടുതൽ വരാൻ പറ്റത്തില്ല. നമ്മൾ മാസ് നമ്പറിനെ എ എന്ന അക്ഷരം കൊണ്ടും അറ്റോമിക് നമ്പറിനെ ഇസഡ് എന്ന അക്ഷരം കൊണ്ടുമാണ് സൂചിപ്പിക്കുന്നത്. പിന്നെ മാസ് നമ്പർ കാണണമെന്നുണ്ടെങ്കിൽ പ്രോട്ടോണും ന്യൂട്രോണും കൂടെ കൂട്ടിയാൽ മതി കേട്ടോ. പിന്നെ ഇസഡ് എന്ന് വെച്ച് കഴിഞ്ഞാൽ ഇസഡ് എന്താ? അറ്റോമിക് നമ്പറാണ്. തിരിഞ്ഞു പോകില്ല കേട്ടോ. പ്രോട്ടോൺ എത്ര ആണോ അത് തന്നെയായിരിക്കും അറ്റോമിക് നമ്പർ കേട്ടോ. ബോർ മോഡലിനകത്തിൽ ഞാൻ ഒരു ഒന്നും കൂടെ പറയാൻ വേണ്ടി ഇപ്പം നിയോണിനെ കുറിച്ചൊന്ന് പറയുക കേട്ടോ. നിയോണിൻ്റെ അറ്റോമിക് നമ്പർ 10ഉം മാസ് നമ്പർ 20ഉമാണ്. ബോർ മോഡൽ അനുസരിച്ച് എങ്ങനെയാണെന്ന് നോക്കിക്കേ. അപ്പോൾ ഇവിടുത്തെ ഇലക്ട്രോൺ എത്ര എന്നൊക്കെ നമുക്ക് എഴുതാൻ പറ്റും അല്ലേ? ഇലക്ട്രോൺ എത്ര? 10 അല്ലേ? പ്രോട്ടോൺ എത്ര? 10 നമുക്ക് എഴുതാൻ പറ്റും അല്ലേ? കാരണം ഇത് രണ്ടും സെയിം അറ്റോമിക് നമ്പർ തന്നെയായിരിക്കും ഇത് രണ്ടും ഇല്ലയോ? അങ്ങനെയാണെങ്കിൽ ന്യൂട്രോൺ എത്രയായിരിക്കും? നിങ്ങളെ ഇതിൽ നിന്ന് ഇത് കുറച്ചാൽ മതി അല്ലേ? 20 - 10 എത്ര? 10 ആയിരിക്കും ന്യൂട്രോൺ അല്ലേ? ആന്നുള്ള സംശയമുണ്ടോ? അപ്പോൾ ഇതിനെ എഴുതും, അതായത് സെൻട്രൽ എന്തെഴുതും എന്നെഴുതും കൂടെ ചോദിച്ചു കഴിഞ്ഞാൽ, അതായത് ഇപ്പം ഇങ്ങനൊരു പടം തന്നിട്ട് ഇവിടുത്തെ പ്രോട്ടോണും ന്യൂട്രോണും എഴുതാനാണ് നമ്മളോട് ചോദിച്ചതെന്ന് വെച്ചോ. മനസ്സിലായോ? പ്രോട്ടോണും ന്യൂട്രോണും എത്രയായിരിക്കും? പ്രോട്ടോൺ എത്ര ഇവിടുത്തെ നോക്കിയേ? 10 കേട്ടോ. ന്യൂട്രോൺ എത്ര ഇവിടുത്തെ? 10. ഇത് എഴുതാൻ ചോദിക്കും. ഇതിനകത്തെ പ്രോട്ടോണും ന്യൂട്രോണും എഴുതാൻ ചോദിക്കും. ഇവിടെ എത്ര ഷെല്ലുണ്ടായിരിക്കും എന്ന് ചോദിക്കും. 10 ആകുമ്പോൾ എത്ര എണ്ണം കാണും കുഞ്ഞുങ്ങളെ? ഫസ്റ്റ് ഷെല്ലിൽ 2, രണ്ടാമത്തെ ഷെല്ലിൽ 8 എണ്ണവും കാണും. 10 എണ്ണം ഇല്ലയോ? അപ്പോൾ രണ്ടാമത്തെ ഷെല്ലിൽ 8 എണ്ണം. അപ്പോൾ മൊത്തം 10. അപ്പോൾ എത്ര ഷെല്ലുണ്ട്? 2 ഷെല്ലും ഉണ്ട് കേട്ടോ. ഇതൊക്കെ ഒന്ന് പഠിച്ച് വെച്ചേക്കണേ. ഓക്കെ കുഞ്ഞുങ്ങളെ, താങ്ക് യു.